ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് ഈ ഒരു പ്രത്യേക ദിനത്തിലാണ്. മാത്രമല്ല ഇത് വേറെ ഒന്നുമല്ല, ലോകമെമ്പാടുള്ള അധ്യാപകർക്ക് ആദരവർപ്പിക്കുന്ന ദിവസമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ മോർണിംഗ് വൈബ്സിൽ ഞാൻ എൽദോപ്പോൾ പുതുശ്ശേരി, ഞാൻ കൃഷ്ണീതു. ഓക്കെ, നമ്മൾ ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ ഒരുപക്ഷെ അധ്യാപകർ എന്ന് പറയുന്നതിനെ ഏറ്റവും കൂടുതൽ ഒരു സാമൂഹ്യ പ്രവർത്തകർ കൂടി ഒന്നുകൂടി വിശേഷിപ്പിക്കണം. ഒരു കാലഘട്ടത്തിലൊക്കെ ഈ വേതനം എന്നുള്ളതായിരുന്നില്ല അവരുടെ പ്രധാന ലക്ഷ്യം. ഒരു സമൂഹത്തിന്റെ ഉന്നമനം, അതിന്റെ പുരോഗതിയൊക്കെ അത് നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചവരാണ് അധ്യാപകർ. അധ്യാപകർക്ക് അത് എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള റോൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അധ്യാപകരായിട്ടുള്ള ഒരു റാപ്പോ എങ്ങനെയായിരുന്നു? സ്കൂളിലും കോളേജിലൊക്കെ അധ്യാപകരായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടെങ്കിൽ പോലും ഒരു അധ്യാപകരുടെ പെറ്റായിരുന്നു. അല്ല, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഏകദേശം ഒരു 15 തൊട്ടില്ലെങ്കിൽ ഒരു 20 വർഷം വരെ, അതായത് KG ക്ലാസ് തൊട്ട് കോളേജ് വരെയും ഒരു 20 വർഷത്തോളം ഇവരുടെ ഒരു പ്രസൻസ് നമ്മുടെ ലൈഫിൽ ഉടനീളം ഉണ്ട്. ഇപ്പോഴും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരോട് കോൺടാക്ട് ഉള്ളിട്ടുണ്ട്. അതായത് എൻ്റെ +2 എൻ്റെ സ്കൂളിലെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഉണ്ടായിരുന്ന സൈനോ സിസ്റ്റർ അല്ലെങ്കിൽ സുധാ മിസ്, +2 ഹണി മിസ്, ശാന്തി മിസ്, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ്, വളരെ അടുപ്പം സൂക്ഷിക്കുന്നു. ഡിഗ്രിയിലെ ഷൈൻ സാറൊക്കെ എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടുനടക്കുന്ന ആളാണ്. അതുപോലെ ഉണ്ടാവില്ലേ ഒരു പേര് പറയാൻ? ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് ടീച്ചേഴ്സും സാറുമാരും ഉണ്ട്. ഞാൻ ഗേൾസ് സ്കൂളിലാണ് ഈ +2 വരെയും പഠിച്ചത്. അപ്പോൾ ഇഷ്ടംപോലെ ടീച്ചേഴ്സ്, ഈ മിസ്സുമാരെന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്സുമാരുണ്ട്. ഇപ്പോൾ മേരി മിസ്സുണ്ട്. കുഞ്ഞിലെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഇപ്പോഴും എൻ്റെ അച്ഛൻ ഈ ഇയറിൽ ആദ്യം തുടങ്ങുമ്പോൾ ഡയറി കൊണ്ടു കൊടുക്കും. കുഞ്ഞിലെ ഒരു ശീലം ഉണ്ടാവുമല്ലോ, അപ്പോൾ മറ്റേ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് ഡയറി കൊണ്ടു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ വർഷവും അവരുമായിട്ട് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുക, അവരുമായിട്ടൊരു റാപ്പോ എപ്പോഴും കീപ്പ് ചെയ്യുക എന്നുള്ളൊരു ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല അവരുടെ ഒരു സ്നേഹവും അവരുടെ ഒരു പലപ്പോഴും ഉപദേശങ്ങളൊക്കെ ഇൻസ്പിറേഷനാണ് പലപ്പോഴും. അതുപോലെ തന്നെ അല്പം ദേഷ്യം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ, അതുപോലെ പറയണമല്ലോ. പക്ഷെ നമുക്കൊന്നും മറ്റേ നുള്ള് അടി അങ്ങനത്തെ പരിപാടിയൊന്നും സ്കൂളുകളിൽ ഈ പറഞ്ഞ ടീച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെ അടിച്ചിട്ടുണ്ട്. അന്നൊക്കെ നല്ല ചൂരിൽ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. കൈയൊക്കെ പറഞ്ഞ ടീച്ചേഴ്സ് അടിച്ച് പൊളിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് വേറെ, അത് പഠനത്തിന്റെയും നമ്മളുടെ ചെറിയ ചെറിയ കുസൃതികളുടെ ഭാഗമായിട്ടാണ്. അത് വിട്ടേക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും ഈ അധ്യാപക ദിനത്തിൽ എല്ലാ അധ്യാപകർക്കും നല്ലൊരു ദിനം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ആശംസിക്കുകയാണ്. നമ്മൾക്ക് 2 അതിഥികൾ അധ്യാപകർ തന്നെ എത്തും. മോർണിംഗ് വൈബ്സിൽ അവരിലേക്ക് പോകും. അതിനു മുമ്പ് ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകും അല്ലേ? ആദ്യം ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മുകേഷിനും ഇടവേള ബാബുവിനും ഇന്ന് നിർണായകം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. അതേസമയം നിവിൻ പോളിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചന ആരോപിച്ച് താരം ഇന്ന് DGPക്ക് പരാതി നൽകും. ഡാനി പോളാണ് ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, ഈ നടന്മാരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയുന്ന സാഹചര്യം വളരെ നിർണായകമാണല്ലോ. മുകേഷ്, ഇടവേള ബാബു, അങ്ങനെ ആ ജാമ്യം അപേക്ഷ നൽകിയിരിക്കുന്ന എല്ലാവർക്കും എപ്പോഴത്തേക്ക് കോടതി ഇത് പരിഗണിക്കും? ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൽദോ, ഇന്ന് രാവിലെ തന്നെ കോടതി ഇത് പരിഗണിക്കുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാദം കേട്ടത്. 2 ദിവസങ്ങളിലായി കേസിലെ വാദം കേൾക്കുകയും ചെയ്തു തുടർച്ചയായി. അതിനുശേഷം ഇന്ന് രാവിലെ 11:30 കേസ് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേസ് പരിഗണിക്കുമ്പോൾ ഈ വാദത്തിൽ എന്ത് വാദമുഖങ്ങൾ കോടതി സ്വീകരിച്ചു, ഏതാണ് കോടതി പറയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ഇതിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉള്ള വാദങ്ങളിൽ ഈ മണിയൻപിള്ള രാജുവിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി വരുമ്പോൾ കോടതി പറഞ്ഞത് ഇതിൽ മുൻകൂർ ജാമ്യത്തിൻ്റെതായ ഒരു കാര്യങ്ങളില്ല, ആ രീതിയിലുള്ളൊരു വകുപ്പുള്ള കാര്യങ്ങളൊക്കെ കോടതി പരിഗണിക്കേണ്ടത് ഉണ്ടോ എന്നുള്ളതായിരുന്നു വ്യക്തമായിട്ട് തന്നെ ചോദിച്ചിരുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ ഹാജരായി ജാമ്യം എടുക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ് അഭിഭാഷകൻ പിന്നീട് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതല്ല മറ്റ് 3 പേരുടെയും ജാമ്യ ഹർജികൾ, പ്രത്യേകിച്ച് മുകേഷിൻ്റെയും ഇടവേള ബാബുവിൻ്റെയും അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ്റെയും ജാമ്യ ഹർജികളിലാണ് ഇന്ന് തീർപ്പ് കൽപ്പിക്കുക. ഈ കേസ് സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിരുന്ന വലിയ പരാതികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ 3 പരാതികൾ എന്ന് പറയുമ്പോഴും തീർച്ചയായും തന്നെ അത് ഇതിൽ കോടതി എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ്. നേരത്തെയും ഈ ടീമിനെ നയിക്കുന്ന AG പൂങ്കുഴലി പറഞ്ഞത് കോടതി എന്ത് തീരുമാനിക്കുന്നു അതനുസരിച്ച് മാത്രമായിരിക്കും ഇതിന് ഒരു അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകുക. പ്രത്യേകിച്ച് ഇത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്, തെളിവടക്കം ശേഖരിക്കേണ്ടതുണ്ട്. കുറച്ച് ദുഷ്കരമായ ഒരു കാര്യങ്ങൾ തന്നെയാണെങ്കിലും പരാതി നിലനിൽക്കുന്ന
നിൽക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ ഉണ്ടാകുകയില്ല. അത് കോടതിയുടെ കൂടി എന്താണ് കോടതി പറയുന്നത് എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയും ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അവർ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ പരാതികൾ ഉയരുന്നുണ്ട്. ആ പരാതികൾക്കെതിരെ ഇവർ തന്നെയും മറ്റ് ആക്ഷേപങ്ങളും ഉയർത്തുന്നു. കാരണം ഇത് വാസ്തവവിരുദ്ധമായ പരാതികളാണ്. ഇത്തരം കാര്യങ്ങൾ അല്ല നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് മുകേഷിൻ്റെ അടക്കമുള്ള ജാമ്യ ഹർജികൾ പരിഗണിക്കുമ്പോൾ മുകേഷ് കുറേ ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിക്ക് കൈമാറിയിരുന്നു. അതിൽ ഇവർ പരാതിക്കാരി പണം ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ അഭിഭാഷകനടക്കം പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എന്താണ് കോടതി വ്യക്തമാക്കുന്നത്, കോടതി അത് ഏത് രീതിയിൽ കാണുന്നു, ഈ പരാതികളിൽ വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ്. ഇത് വാസ്തവവിരുദ്ധമായ പരാതികളാണ്, അപകീർത്തിപ്പെടുത്താൻ മനഃപൂർവ്വമുള്ള ഗൂഢാലോചനയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജാമ്യ ഹർജികളിൽ എല്ലാവരും തന്നെയും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലുള്ളൊരു പരിശോധന കോടതിയുടേത് എങ്ങനെയാണ്, കോടതിയുടെ നിരീക്ഷണം എന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പരാതികളിലെല്ലാം തന്നെയും കോടതി നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിവിൻ പോളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അത് തനിക്കെതിരെ ബോധപൂർവമായി ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇത് പരാതിക്കാരിയെ പോലും തനിക്ക് അറിയുകയില്ല എന്നതടക്കം പറഞ്ഞു. പരാതിക്കാരി പിന്നീട് നിഷേധിക്കുകയും താനും ഏതറ്റം വരെയും ഇതിന് പോകാൻ തയ്യാറാണെന്ന് എല്ലാം തന്നെ പറയുകയും ചെയ്തു. പക്ഷേ ഈ പരാതികളിലെല്ലാം തന്നെ എതിർവാദങ്ങൾ ഉയരുന്നു എന്നതും നമ്മൾ കാണാതെ പോകരുത്. നിവിൻ പോളി ഇന്ന് DGPക്ക് ആ പരാതി നൽകുന്നു. ഒപ്പം തന്നെ നിയമ നടപടികളുമായി FIR കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെയും കാര്യങ്ങളിൽ ഈ കേസ് വളരെ നിർണായകമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോടതി എങ്ങനെ കാണുന്നു, കോടതിയുടെ നിരീക്ഷണം എന്താണ്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കോടതി പരാമർശിക്കുമോ എന്നത് ഈ പ്രത്യേക അന്വേഷണ സംഘവും ഉറ്റുനോക്കുന്നുണ്ട്. അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത് ഇവരെ കസ്റ്റഡിയിൽ തന്നെ വേണം ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രോസിക്യൂഷനെതിരെ ശക്തമായിട്ട് തന്നെ ഇവരുടെ ജാമ്യ ഹർജികളെല്ലാം തന്നെ എതിർത്തിട്ടുണ്ട്. ശക്തമായ വാദമുഖങ്ങളാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. യാതൊരു കാരണവശാലും ഇവർക്ക് ജാമ്യം നൽകാൻ പാടില്ല. ചിത്രത്തെ അപമാനിക്കുന്നത് അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്ക്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. നടന്മാരെ സംബന്ധിച്ച് നിർണായക ദിവസമാണ് ഇന്ന്. കൃഷ്ണേന്ദു, ഇന്ന് ഗോട്ട് റിലീസാണ്. കാണാൻ പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. ഇല്ലായിരിക്കും. ഞാൻ അങ്ങനെ പൊതുവെ സിനിമയ്ക്ക് പോകുന്നത് കുറവാണ്. ഓക്കെ, അപ്പോൾ ഹരികൃഷ്ണൻ ചെയ്യുന്നുണ്ട് നമ്മോടൊപ്പം. ഹരി, ഇപ്പോൾ തിയേറ്റർ റെസ്പോൺസ് പ്രേക്ഷകർ എന്താണ് പറയുന്നത് കേൾക്കാം. റൈറ്റ്, തിരുവനന്തപുരത്ത് ഹരികൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. കണ്ടു മറന്ന പടം തന്നെ, മാറ്റമൊന്നും ഒരു പറയാനില്ല. ഓക്കെ, വിജയമായിട്ട് കണ്ടോണ്ടിരിക്കുക. കുറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് മാസ് സീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ സ്ഥിരം BGM കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ. പ്രതീക്ഷയ്ക്കൊത്ത് ഒരു ആസ് എ ഫാൻസിന് ഇഷ്ടപ്പെടാം, അല്ലാണ്ട് പറ്റത്തില്ല. ഇന്റർവ്യൂസിലൊക്കെ വെങ്കട്ടപ്രഭു ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു പടമെല്ലാം ആയിരുന്നു, ഓക്കെ ആണോ ചോദിച്ചാണ്. പക്ഷെ ഈ പറയത്തൊക്കെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. പിന്നെ വിജയുടെ സ്ഥിരം ക്ലീഷേ കണ്ടു മറന്ന അതേ വിജയ് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. അവസാന പടം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയോടെ വന്നു, പക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. സർപ്രൈസ് ക്യാമിയോസ് ഒക്കെ ഉണ്ട്, ആരാന്ന് പറയണ്ട. പക്ഷെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, ഗൂസ് ബംസ് ആയിട്ട് സീൻസ് ഒക്കെ ഉണ്ട്. ഒരുപാട് ട്വിസ്റ്റ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അങ്ങ് ഇറച്ചില്ല, പ്രേക്ഷകർക്കൊട്ട് സെറ്റായിട്ടില്ല. എനിവേ കൊള്ളാം, ഓക്കെ. 50-50. പുലർച്ചെ 4 മണിക്ക് തിയേറ്ററിലെത്തിയ പ്രേക്ഷകരാണ് അല്പം നിരാശ നൽകുന്ന വാക്കുകൾ ആദ്യം കേൾക്കും. നമുക്ക് നോക്കാം മറ്റു പ്രേക്ഷകരുടെ പ്രതികരണം. കിടിലം. മിക്സ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഉണ്ട്. കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു സിനിമ. വിജയ് നല്ല ഇതായിട്ട് ചെയ്ത്, അത്യാവശ്യം നല്ല VFX എല്ലാം കൊള്ളാം, ക്യാമറ എല്ലാം കൊള്ളാം, നല്ല ഇതാണ്. സർപ്രൈസ് ആയിട്ടുണ്ട്, കണ്ടമാറി. എൽദോ, ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കിയിട്ടിരുന്നത്. പക്ഷെ ആവറേജ് റിവ്യൂ ആണ് എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നുണ്ട്. ചിലർ അഭിപ്രായം പറയാൻ പോലും മടിക്കാനൊരു സാഹചര്യം വരുന്നുണ്ട്. സാധാരണയായി സിനിമകളിൽ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങളുടെ കുത്തൊഴുക്ക് വരാറുണ്ട് സിനിമ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. പക്ഷേ ഇത്തവണ പ്രേക്ഷകർ പ്രതികരിക്കുന്നത് വളരെ കുറവാണ് എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് ഹാഫ് ലാഗായിരുന്നു, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. കുറെ ട്വിസ്റ്റ് ഉണ്ട്, പിന്നെ ലാസ്റ്റ് എൻഡിങ് നിങ്ങൾ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. പെർഫോമൻസ് കൊള്ളാം,
ലൈക്ക് കുറെ നാൾക്ക് ശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലൊരു മൂവിയാണ്. ബട്ട് എൻഡിങ് നിങ്ങൾ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ കണ്ട് ട്രൈ ചെയ്തോളൂ. കുഴപ്പമില്ല. ഫുൾ എക്സ്പെക്ടേഷൻ തന്നെ നിലക്കുള്ള അടിപൊളിയാണ്. കൊള്ളാം, കണ്ടോണ്ടിരിക്കുക. കേട്ടില്ല? ഉണ്ട് വരുന്നുണ്ട്. കേട്ടില്ല? ക്ലൈമാക്സ് കൊള്ളാം, അത്യാവശ്യം കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തു. കേട്ടില്ല? സ്ക്രീൻ പ്ലേ വെങ്കട് പ്രഭുവിന്റെ ഒരു അത്യാവശ്യം വേറെ ലെവല് തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ എക്സ്പെക്ടേഷൻ വേണ്ട, എന്നാലും നോർമൽ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കൊള്ളാം, പടം കണ്ടോണ്ടിരിക്കുക. അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ചില്ല. ശരി. ഹരി, ഈ പ്രേക്ഷകർ രാവിലെ എത്തിയതാണല്ലോ, പക്ഷേ വേറെ ഒന്ന് പറയാം. വെങ്കട് പ്രഭു കുക്ക് ചെയ്ത് വെച്ചിരിക്കും. കുക്കിംഗ് വെങ്കട് പ്രഭു കുക്കഡ് ഫുൾ കുക്കഡ്. ഹീറോ വിജയ് തന്നെ, വില്ലൻ വിജയ് തന്നെ. അത്രേ ഉള്ളു പടം. അത്ര കാണാം. അണ്ണ മാത്രം വില്ലൻ വിജയ് തന്നെ, ഹീറോ വിജയ് തന്നെ. അത്രേ ഉള്ളു. വിജയ് ഫാൻസ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. എല്ലാ രീതിയിലും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എക്സ്പെക്ടേഷന്റെ അത്ര വന്നില്ലെങ്കിലും എന്നാലും കുറെ റെഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇത്. എക്സ്പെക്ടേഷൻസ് അധികം ഇല്ലാതെ സിനിമയ്ക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ സിനിമ ഇഷ്ടപ്പെടാനൊരു സാധ്യത ഉണ്ടെന്നുള്ളത് നമ്മൾ സംസാരിച്ച ഒരു 5-6 പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട്. നമുക്ക് ചിലരിലേക്കും കൂടെ പോവാം. ഒന്നുമില്ല പറയാൻ. ഇങ്ങനത്തെ പടം ചെയ്യേണ്ടായിരുന്നു. ഒന്നുമില്ല, വേണ്ട. എനിക്ക് ഒന്നുമില്ല ഏട്ടാ. പ്രതീക്ഷ അത് കിട്ടിയിട്ടില്ല. ഒന്നുമില്ല. വെങ്കട് പ്രഭുവിന്റെ കരിയർ വേസ്റ്റ് പടം തോന്നുന്നു. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല പടം. ഡിഏജിങ് ഒന്നും കുഴപ്പമില്ല. പടം കഥയുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല പടം കേട്ടോ. ഫൈറ്റ് എല്ലാം അടിപൊളിയാണ്. എന്തായാലും വെങ്കട് പ്രഭു നല്ല പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് പടം. ഓണത്തിന് സൂപ്പർ ആയിരിക്കും. ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. കാരണം ചിലർ വന്ന് വളരെ നെഗറ്റീവ് അഭിപ്രായം പറയുന്നുണ്ട്, ചിലർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോസിറ്റീവും പറയുന്നുണ്ട്. ഇത് എന്താണെന്നൊരു പിടി കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്കിഷ്ടപ്പെട്ടു. എതിരഭിപ്രായമുള്ളവരുണ്ട്. നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. അല്ല, ഒരു ഫാൻസിനെ കണ്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു വിജയ് പടം. തിരക്കഥ എങ്ങനെയുണ്ട്? സ്ക്രീൻ പ്ലേ അങ്ങനെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് പറയുന്നതല്ല, മൊത്തത്തിൽ എനിക്കൊരു എന്റർടൈനർ ആയിട്ട് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. ഈ പ്രതീക്ഷകൾ അധികമാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഈ പ്രതീക്ഷ വളരെ അധികമായി തിയേറ്ററിലോട്ട് പോകുന്ന പ്രശ്നമാണ്. എനിക്ക് ഓവർ എക്സ്പെക്ടേഷൻ അല്ല ഞാൻ വന്നത്, അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. സാറ്റിസ്ഫാക്ഷൻ കിട്ടണമായിരിക്കും. എല്ലാവരുടെയും കാര്യം അറിഞ്ഞൂടാ. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വിജയ് ഫാനാണ്. തല തൂക്കി ധോണി തൂക്കി. സെറ്റ് ആടാ കേട്ടാ. ക്ലൈമാക്സ് ഒക്കെ പക്ക. ഒന്നും പറയാനില്ല. വെങ്കട് പ്രഭു കട്ടൊക്കെ ചെയ്തിരിക്കണം. സെറ്റ്. പക്ഷെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ട്വിസ്റ്റാണ് അണ്ണ കൊടുത്തിരിക്കുന്നത്. സെറ്റാണ്. സെറ്റ് പൊളി. സിനിമ കൊള്ളാം. സൂപ്പർ സിനിമ. പാട്ടൊക്കെ കഥ കൊള്ളാം, മനസ്സിൽ. പക്ഷെ ഫുള്ളിരുന്ന് കാണണം. ഇടയ്ക്കിന്ന് കുറയും കഴിഞ്ഞാൽ തേങ്ങി ഒന്നും മനസ്സിലാവൂല. ലാസ്റ്റ് ഞാൻ 5, 6, 7 വിജയ്. എവിടെ തിരിഞ്ഞാലും വിജയ്. പടം കൊള്ളാം, കിടിലൻ പടമാണ്. ഓവറോൾ കുഴപ്പമില്ല. ഭയങ്കര എക്സ്പെക്ടേഷൻ വരണ്ട. ലേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് അല്ല, എന്നാലും തെറ്റില്ലാത്ത പടമാണ്. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. വിജയുടെ ആക്ടിംഗ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഒക്കെ കുറെ കൂടെ ബെറ്റർ ആയിരുന്നു. കുറച്ച് സ്റ്റോറി ലൈൻ കുറച്ച് ഇയേഴ്സ്, ഒരു 10 വർഷം മുന്നത്തെ സ്റ്റോറി ലൈൻ ആണ് കുറച്ച്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയാനുള്ളത് മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ കൊറിയോഗ്രാഫീസ്, അതുപോലെ ഡാൻസ് കൊറിയോഗ്രാഫി ആയാലും, അതുപോലെ തന്നെ ആർട്ട് ഡയറക്ഷൻ ആയാലും അതെല്ലാം നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. പിന്നെ പൊതുവെ അതൊരു മിക്സ്ഡ് വ്യൂ എന്തായാലും വരും. മിക്സ്ഡ് വ്യൂ വരും. വലിയ കുഴപ്പമില്ലാതെ ഒരു തവണ തിയേറ്ററിൽ നിന്ന് കാണാനുള്ളതുണ്ട്. പക്ഷെ സ്റ്റോറി ഡയറക്ഷൻ അത്ര പോരാ. എല്ലാം പുള്ളി തന്നെ ഏറ്റെടുത്ത് മൊത്തത്തിൽ ചെയ്തതിന്റെ ഒരു പാളിച്ച കാണുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ കണ്ടോണ്ടിരിക്കാം, കുഴപ്പമില്ല. വൺ ടൈം വാച്ച്.
മക്കളെ മങ്കാത്ത പോലെ കൊണ്ടുവരാൻ നോക്കി, പറ്റിയില്ല. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. സിനിമ കൊള്ളാം, പ്രഡിക്റ്റബിൾ ആണ്, അത്രേ ഉള്ളൂ. പടത്തില് എന്ന് പറഞ്ഞാൽ എല്ലാരും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോ വിജയ് 2024 2014 14 2004 പോയിക്കൊണ്ടിരിക്കും, ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കും. പഴയ അങ്ങനെയല്ല, പഴയ ബോംബ് കഥ. പടത്തിലൊന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല, ബോംബ് കഥ. വെങ്കട്പ്രഭുവിന്റെ പണ്ണലായിരുന്നു, കൊള്ളാം. കൊള്ളാം. തയ്ച്ചാൽ മതി, പിന്നെ ഒരൊറ്റ സിനിമയും കൂടി തയ്ച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു വേറെ ഒന്നും പറയല. ഒരു കാശിന് കൊള്ളൂല, ഒന്നിനും കൊള്ളൂല. പിന്നെ ഫാൻസുകാർക്ക് വേണമെങ്കിൽ കാണാം, ഫാൻസുകാർക്ക് വേണമെങ്കിൽ പോയി കാണാം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ഒറ്റ സിനിമയും കൂടി തയ്ച്ചാൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും. എന്തായാലും ഇത് വളരെ മിക്സഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതെ, നമ്മൾ അറിയാലോ, പ്രത്യേകിച്ച് 4 മണിക്ക് വന്ന ഫാൻസ് കുറച്ച് നിരാശരാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. ചിലര് വലിയ നിരാശയോടെ തന്നെയാണ് ഇറങ്ങി വരുന്നത്, പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഒരു വലിയ രീതിയിൽ ഒരു പ്രത്യേകിച്ച് സെക്കൻഡ് ലാസ്റ്റ് സിനിമയാണ് വിജയുടെ, ഒരു വലിയ കംബാക്ക് വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കരുതി രക്ഷയില്ല, ഊമ്പി തിരിഞ്ഞ്, അത്രേ ഉള്ളൂ. വളരെ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസുകളും ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നുള്ളത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്ന ഫാൻസ് ഉണ്ട്. സിനിമ ഒന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ തിയേറ്ററിലേക്ക് വന്ന ആരാധകരുണ്ട്. അവർക്കൊക്കെ ചെറിയൊരു നിരാശ സിനിമ വരുന്നുണ്ട് എന്നുള്ളത് പറയേണ്ടതാണ്. ചിലര് ക്യാമറ കാണുമ്പോൾ ഓടി പോകുന്നുമുണ്ട്. പക്ഷെ ഇങ്ങനൊന്നുമല്ല സാധാരണ ഒരു വിജയ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. ക്യാമറയിലേക്ക് അവർ എടുത്തു വരാറുണ്ട്, അവരുടെ അഭിപ്രായം പറയാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവരങ്ങനെ എടുത്തു ചാടി വരാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഒന്നുമല്ല സംഭവിക്കുന്നത്. അവർ ക്യാമറ കാണുമ്പോഴേക്കും ഓടി പോകുന്നുണ്ട്. ചിലർ വളരെ മോശമായുള്ള റിവ്യൂ പറയുന്നുമുണ്ട്. ചിലരിലേക്ക് ചോദിക്കും, പടം ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, എന്തൊക്കെയോ പാളിച്ചുകൊണ്ട് സിനിമയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ സ്പ്ലിറ്റ് ആയി കിടക്കുന്ന പടം. ഈ പ്രതീക്ഷ പോലത്തുള്ള ഹൈപ്പ് എക്സ്പെക്ടേഷൻ ഇല്ല, ഒരിക്കലില്ല. വൺ ടൈം ഒന്ന് കണ്ടിരുന്നിട്ട് പോവാം. സെക്കൻഡ് ഹാഫ് അവിടെ ഇവിടെ കൊള്ളാവുന്ന രീതിയിൽ പോയി, ഫസ്റ്റ് ഹാഫ് ഒരു ഭാഗ്യം കൊള്ളില്ലാട്ടോ. അത് തന്നെയാണ്, അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു നെഗറ്റീവായിട്ട് മാറുന്നത്. പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ഷോ ആണ്, തമിഴ്നാട്ടിലൊക്കെ ഇനി ഷോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വരുമ്പോഴേക്കും അതൊരു നെഗറ്റീവായിട്ട് മാറുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. ചിലർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, എന്നാൽ മറ്റു ചിലർ കുറച്ച് അധികം സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ചിലർ പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതും കൂടി ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എങ്ങനെയുണ്ട് വിജയ് ഫാൻസിന് ട്രീറ്റ് ആയിരിക്കും, അത്ര പറയുള്ളൂ. വേറെ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെടണമെന്നില്ല, വിജയ് ഫാൻസിന് ട്രീറ്റ് ആയിരിക്കും. വിജയ് ഫാൻസിന് ഒരു ട്രീറ്റ് ആയിരിക്കും, ഫുൾ മീൽസ് ആയിരിക്കും, എല്ലാം ഉണ്ട്. വിജയ് ഫാൻസിന് എക്സ്പെക്ട് ചെയ്തത് എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറഞ്ഞ ഒരു മിക്സ്ഡ് റിവ്യൂ ആയിരിക്കും. റെഫറൻസ് ഒരുപാട് റെഫറൻസ് ഉണ്ട്, ക്യാമിയോസ് ഒരുപാട് ക്യാമിയോസ് ഉണ്ട്. നമ്മൾ ബാക്കി അതിന് സ്പോയിലർ അറിയില്ല. ഹരി, ഈ പ്രേക്ഷകരൊക്കെ സൂചിപ്പിക്കുന്നതിൽ മിക്കവരും തന്നെ അതിലൊരു നിരാശ പ്രകടിപ്പിക്കുന്നത് സത്യമാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഈ പുലർച്ചെ 4 മണിക്ക് തുറക്കുന്ന ഷോ മാത്രമല്ല, സാധാരണ തരത്തിൽ കാണുന്ന ഒരു ആവേശമോ ഈ ചെണ്ടകൊട്ടോ മേളോ ഒന്നും കാണുന്നില്ലല്ലോ തിയേറ്ററിൽ. അതെന്താണ് സംഭവിച്ചത്? എനിക്കും സത്യമായിട്ട് അറിയത്തില്ല. കാരണം പ്രത്യേകിച്ച് 4 മണിക്ക് വരുന്നതിന് മുമ്പ് വരെ വലിയൊരു ബഹളം ഉണ്ടായിരുന്നു. പക്ഷെ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ ആരെയും കാണുന്നില്ല. തിയേറ്ററിൽ അങ്ങനത്തെ ചെണ്ടകൊട്ട് മേളമൊക്കെ തിയേറ്ററിൽ കയറുന്നത് വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത് എടുത്തു പറയേണ്ടത്, ഇവിടെയുള്ള ഇറങ്ങി വരുന്ന ആളുകൾ, പ്രേക്ഷകരൊന്നും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല, ചിലർ മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ചിത്രത്തിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമുക്ക് മറ്റൊരു റിവ്യൂയിലേക്ക് പോകാം. സിനിമ ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്ക് ഇറ്റ്സ് എ ഫിക്ഷണൽ കമേഴ്ഷ്യൽ മൂവി. അത് പ്രെഡിക്റ്റബിൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒന്നുമായിട്ട് തോന്നിയില്ല. പക്ഷെ വെങ്കട് പ്രഭുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് കാണുമല്ലോ, പുള്ളിയുടെ ലാസ്റ്റ് മറ്റേ
മാനാട് മങ്കാത്തയൊക്കെ വെച്ചിട്ട്. പക്ഷെ അതിന്റെ അത്രയ്ക്കില്ല. പക്ഷെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനും കൊടുക്കുന്ന കാശിനും വേസ്റ്റ് ആവില്ല. കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നത്തിങ് മോർ നത്തിങ് ലെസ്. ജസ്റ്റ് വൺ ടൈം വെറുതെ നിങ്ങൾക്ക് കൊടുക്കുന്ന കാശിന് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷെ ഓക്കെ, തന്നെയാണ് വൺ ടൈം വാച്ചബിൾ എന്നുള്ളത്. ഒരു 5-6 പേര് നമ്മളോട് തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായി അങ്ങനെയല്ല വരുന്നത്. പ്രത്യേകിച്ച് അത്രയും വലിയൊരു എക്സ്പെക്ടേഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ പ്രവേശനം വിജയ് പ്രഖ്യാപിക്കുന്ന വേളയിൽ ചിത്രീകരിച്ചിരുന്ന ഒരു സിനിമയും കൂടിയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന ഈ സിനിമ, ദ ഗോട്ട്. പക്ഷേ അങ്ങനെ ഒരു റെസ്പോൺസിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. നമുക്കറിയാം ഇനി വിജയ് ഇനി ഒരു ചിത്രവും കൂടിയേ അഭിനയിക്കുകയുള്ളൂ. അപ്പോഴേക്കും ഈ ചിത്രത്തിന് ഇങ്ങനെ ഒരു മിക്സഡ് റിവ്യൂ, പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു പ്രതീക്ഷയിൽ വന്ന പ്രേക്ഷകർക്കൊക്കെ നിരാശരായി മാറേണ്ടി വരുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഈ സിനിമയ്ക്ക് ഒരു വലിയ ഇനീഷ്യൽ പുഷ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരു ചെറിയ ഇടിവ് സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ഇവരെല്ലാവരും ആരാധകരാണ്. 4 മണിക്ക് തന്നെ ഉറക്കം കളഞ്ഞ് തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകരാണ്. തിരുവനന്തപുരത്ത് തന്നെ അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ തന്നെയുള്ള സ്ക്രീനുകളിലൊക്കെ തന്നെ ഇത് ഗോട്ടാണ്. പക്ഷേ ഈ ഒരു തുടക്കത്തിലെ ഈ ഒരു മിക്സഡ് റിവ്യൂ പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് സിനിമയെ ബാധിക്കാൻ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത് വിജയ് എന്ന നടനിൽ നിന്നും മാറി അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഫെബ്രുവരി 2-ാം തീയതി അദ്ദേഹം പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്ന സമയത്ത് നിന്നുകൊണ്ട് ചിത്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസാകുന്ന വേളയിൽ പോലും രാഷ്ട്രീയം പ്രത്യേകിച്ച് ഈ സിനിമയിൽ എത്രമാത്രം സംസാരിക്കുമെന്നത് സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒന്നും ഈ സിനിമയിൽ ഇല്ല എന്ന് സംവിധായകൻ വെങ്കട്ട് പ്രഭു തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ തിയേറ്ററിലെ തന്നെ എല്ലാ സ്ക്രീനുകളിലും ഫിലിം ചെയ്യുന്നത് ദ ഗോട്ടാണ്. പക്ഷെ ആ പ്രേക്ഷകർ നമ്മൾ മറ്റ് സിനിമകളൊക്കെ ഒരു വലിയ ഹൈപ്പോടെ വരുന്ന സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇത്തവണ പലരും നെഗറ്റീവ് പറയുന്നു. ഇതിലൊക്കെ വിജയ ആരാധകരും ഉണ്ട് എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതാണ്. അവർക്കൊക്കെ ഒരു നിരാശരായി മടങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ചയും കൂടിയുണ്ട്. പക്ഷെ വലിയ പ്രതീക്ഷയില്ലെങ്കിൽ ചിത്രം ഇഷ്ടപ്പെട്ടേക്കാം എന്നും ചിലർ പറയുന്നു. ഇത് തന്നെയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ചിലരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വ്യക്തമായ അഭിപ്രായങ്ങൾ. മറ്റു ചിലർ വളരെ ദേഷ്യത്തോടെയും നിരാശരോടെയും പ്രതികരിക്കുന്നതും കണ്ടു. അവർ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അവർക്ക് രാവിലെ വരുന്നവരാണ്. 4 മണിക്കുള്ള ഷോയ്ക്ക് നേരത്തെ ബുക്ക് ചെയ്ത് ഈ സിനിമ കാണാൻ വേണ്ടി വന്നവരാണ്. അവരവരുടെ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും. പക്ഷെ ഈ 4 മണിക്കുള്ള പ്രത്യേകിച്ച് ഈ ഫാൻ ഷോ ആണ്. ഫാൻ ഷോയിൽ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് നമുക്ക് അങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെറുതായിട്ടെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ആ സിനിമയെ അവർ മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അതുപോലും ഇതിൽ സംഭവിക്കുന്നില്ല എന്ന് വരുമ്പോൾ ചിത്രത്തെ അത് ബാധിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷെ വിജയ് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഷിന്റെ ഒരു അളവ് കുറയാനൊരു സാധ്യത, പ്രത്യേകിച്ച് തിയേറ്ററിൽ നിന്നുള്ള അളവ് കുറയാൻ സാധ്യതയുണ്ട്. പ്രധാനമായും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം നൽകിയിരുന്ന എക്സ്പെക്ടേഷൻസ്, പ്രത്യേകിച്ച് ഇതിന്റെ സംവിധായകന്റെ ഭാഗത്തു നിന്നാവട്ടെ ഇതിൽ അഭിനയിച്ചിരുന്നവരുടെ ഭാഗത്തു നിന്നാവട്ടെ ഈ സിനിമ ഒരു വല്ലാത്ത ഒരു വലിയ വണ്ടറായി ഈ സിനിമ മാറുമെന്നുള്ളത് സംബന്ധിച്ച് അവർ സൂചിപ്പിച്ചതുപോലെ ഹരി മാത്രമല്ല പ്രേക്ഷകർ സൂചിപ്പിച്ചതുപോലെ ഒരു സമ്മിശ്ര പ്രതികരണമാണ്. ചിലർ വളരെ മോശം റിവ്യൂ പറയുന്നു, ചിലർ ഒരുപക്ഷെ ഫാൻസ് ആയിരിക്കാം. കൊള്ളാം, വൺ ടൈം വാച്ച് എന്ന് പറയുന്നു. എന്തായാലും ഒരു എക്സ്പെക്റ്റഡ് റിവ്യൂ അല്ല എന്ന് തോന്നുന്നു. ഗോട്ടിനെ സംബന്ധിച്ച്, വിജയ് സംബന്ധിച്ച് കേരളത്തിൽ പുലർച്ചെ 4 മണിക്ക് ഷോ കാണാൻ എത്തിയവരാണ്. അവർ ആദ്യത്തെ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന പ്രേക്ഷകരുടെ പ്രതികരണമാണ് ഹരി തേടിയത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് അധ്യാപക ദിനമാണല്ലേ. അപ്പോൾ നമ്മൾ 2 അതിഥികൾ നമ്മോടൊപ്പം ഉണ്ട്. ഈ 2 അതിഥികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചേർത്ത് പിടിക്കേണ്ട 2 അതിഥികളാണ്. കാരണം ശാലിനി ടീച്ചറും അശ്വതി ടീച്ചറും. ശാലിനി തങ്കച്ചൻ, അശ്വതി കേക്ക്, ഈ 2 പേർ ആരാണെന്ന് ചോദിച്ചാൽ ആ ദുരന്തം വലിയ നാശം വിതച്ച മുണ്ടക്കൈ സ്കൂളിലെ അധ്യാപകരാണ്. അവർ വീണ്ടും സ്കൂളിലേക്ക് തിരികെ എത്തിയ ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർ ചെയ്ത് നമ്മോടൊപ്പം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, ഇടവേള കഴിഞ്ഞ് നമുക്ക് നേരെ അവരുടെ വിശേഷങ്ങളിലേക്ക്, അവരുടെ കാര്യങ്ങളിലേക്ക് പോകാം. കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭിക്കുന്ന വകുപ്പെന്ന പ്രോസിക്യൂഷൻ വാദം. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാരെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ
മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസയൊക്കെ ഫണ്ട് ചെയ്ത് റോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം ശക്തമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ കാലാവധി നീട്ടി നൽകുമെന്ന സൂചന. മലപ്പുറം പെരുമ്പടപ്പിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ടു, 3 പേർ മരിച്ചു. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പെട്രോൾ സൂക്ഷിച്ച കുപ്പി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിന് പോലീസ്. പാപ്പനകോട്ടെ തീപിടുത്തം ആസൂത്രിത കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. മോദിക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ദ്രാവിഡ് വീണ്ടും പരിശീലക വേഷത്തിൽ. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. ഫ്രാഞ്ചൈസിയുമായി കരാറിലേർപ്പെട്ടതായി വിവരം. PV അൻവർ പിന്നോട്ടില്ല. താൻ പങ്കുവച്ചത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരം. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ അതൃപ്തി. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കല്ലോ? അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? MV ഗോവിന്ദന് പരാതി നൽകി MLA. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 അധ്യാപകർ നമ്മോടൊപ്പം ചേരുകയാണ്. മുണ്ടക്കൈ സ്കൂളിലെ, വയനാട് മുണ്ടക്കൈ സ്കൂളിലെ ശാലിനി ടീച്ചറും അശ്വതി. ഓക്കെ, ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. 2 പേർക്കും ഒരുപാട് നല്ലൊരു ആശംസകൾ നേരുന്നു. അധ്യാപക ദിനത്തിൽ മുണ്ടക്കൈ സ്കൂളിലേക്കുള്ള ഇന്നത്തെ ഒരുക്കത്തിലാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിടാം കേട്ടോ. 8:30 സ്കൂളിൽ പോകേണ്ടത്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? നമ്മളൊരു വലിയ ദുരന്തം നേരിട്ട മേഖലയാണെന്ന് അറിയാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെ വീണ്ടും തിരികെ വരുമായിരുന്നില്ലേ മുണ്ടക്കയിലേക്ക്? ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഞാൻ ശാലിനി ടീച്ചറോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജൂണിലാണ് ഇവിടുന്ന് മീനങ്ങാടി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയത്. യാത്രയുടെ ഒരു സൗകര്യം നോക്കിയിട്ടാണ് അങ്ങനെ ഒരു ട്രാൻസ്ഫർ കൊടുത്തത്. അപ്പൊ തന്നെ തീരുമാനം ശരിയായിരുന്നില്ല എന്ന് തോന്നി. പിന്നെ ഏത് ദുരന്തം നടക്കുമ്പോ രക്ഷിതാക്കളുടെയും മക്കളുടെയും ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരും പറഞ്ഞു. എനിക്കും പോകാൻ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് സ്കൂളിലേക്ക് തിരികെ പോകാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഇപ്പൊ ഞാൻ ഇന്നലെ ഓർഡറായി. അപ്പോ ഇനിയിപ്പം കുട്ടികളുടെ കൂടെ കൂടാം എന്നുള്ള ഒരു സന്തോഷം. അശ്വതി ടീച്ചർക്ക് എങ്ങനെയാണ്? സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് ജൂലൈയിലാണ് ട്രാൻസ്ഫർ കിട്ടിയത്. വീട്ടില് വെക്കേഷനിലായിരുന്നു ഇതിന് കൊടുത്തത്, പിന്നെ ട്രാൻസ്ഫറിന് കൊടുത്തത്. അപ്പം വീട്ടില് മക്കള് ചെറുതാണ്. അപ്പം അമ്മയ്ക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അച്ഛന് സുഖമില്ലാത്ത കാരണം ആ ഒരു സിറ്റുവേഷനിലാണ് കൊടുത്തത്. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ശാലിനി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കൊടുക്കേണ്ടിയിരുന്നില്ല, ആവശ്യമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് മാറിയിരുന്നു. ഇന്ന് ഞാൻ മുണ്ടക്കൈയില് തിരിച്ച് ജോയിൻ ചെയ്യാണ്. ഒരുപാട് സന്തോഷമുണ്ട്. അതിലേറെ ദുഃഖമുണ്ട്. കുറച്ച് മക്കളൊക്കെ ഞങ്ങക്ക് പോയി. അപ്പൊ സ്കൂളിൽ അവരെ കാണില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. വല്ലാത്തൊരവസ്ഥയാണെന്ന് അറിയാം, നമുക്ക് ഊഹിക്കാം. എങ്കിൽ പോലും അശ്വതി ടീച്ചറെ, ഈ നമ്മളുടെ ഇപ്പൊ ടീച്ചറെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. അവർ ചിലരൊന്നും ഉണ്ടാവില്ല തിരികെ ചെല്ലുമ്പോൾ. ചിലരൊക്കെ എവിടെയൊക്കെ ആയി ചിന്നിച്ചിതറിപ്പോയ സാഹചര്യമാണ്. ദുരന്തത്തിന്റെ ഒരു ആ ഭൂമിയിലേക്ക് വീണ്ടും പോകുമ്പോൾ
എങ്ങനെയാണ് അവരൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഓർമ്മയിലേക്ക് വരില്ലേ? ആ ക്ലാസ് റൂമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായും അറിയാതെ തന്നെ നമുക്ക് ഒന്ന് ഹൃദയം പിടഞ്ഞു പോയില്ലേ? തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ മേപ്പാടി സ്കൂളിലാണ് ഉള്ളത്. ഇപ്പൊ ഉള്ളത് മേപ്പാടി സ്കൂളിലാണ്. അപ്പം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മക്കളുടെ അടുത്ത് പോവാറുണ്ട്. അപ്പം ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ മക്കളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഇല്ല, കുഴപ്പമില്ല ടീച്ചർ, നമുക്ക് മനസ്സിലാവും അത്. ശാലി ടീച്ചറിൽ ആദ്യം സംസാരിച്ചു. ശാലി ടീച്ചർ, ഈ എന്താ ചെയ്യുക, ഈ നേരത്തെ ഇപ്പോൾ ടീച്ചർ ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത് മേപ്പാടി സ്കൂളിലാണോ? ഏത് സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും പോകുന്നത് മുണ്ടക്കയിലേക്ക്? രണ്ടുപേരും അല്ല, ഞാൻ മീനങ്ങാടി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നേരത്തെ സ്കൂളിൽ എത്ര കാലം ഉണ്ടായിരുന്നു ടീച്ചർ? ശാലി ടീച്ചറാണോ ചോദിച്ചത്? ഞാൻ 2022 സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ ആലപ്പുഴയിലാണ്, നീലമ്പേരൂർ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ജില്ല മാറി ട്രാൻസ്ഫർ ആയതാണ് വയനാട് ജില്ലയിലേക്ക്. കൊടുത്ത് വന്നതാണ്. സ്വദേശം ജനിച്ചു വളർന്നത് കാഞ്ഞിരപ്പള്ളിയാണ്, കോട്ടയം ജില്ലയിൽ. അവിടെ നിന്നാണ് ആദ്യം ഞാൻ PSC പാലക്കാട് ജില്ലയിലായിരുന്നു, എലപ്പുള്ളി, അവിടെയാണ് PSC ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നത്. അവിടുന്ന് പിന്നെ കൊടുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് കൊടുവായൂർ GBLPയിൽ നിന്നാണ് കുട്ടനാട്ടിലേക്ക് പോയത്. കുട്ടനാട്ടിൽ 5 കൊല്ലം വർക്ക് ചെയ്തു. അവിടെ നിന്നാണ് വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തത്. അപ്പൊ വയനാട് നിയമനം ലഭിച്ചത് മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിലേക്കായിരുന്നു. അങ്ങനെ 2022 സെപ്റ്റംബറിലാണ് ഈ സ്കൂളിലേക്ക് എത്തിയത്. ജൂൺ 15-ാം തീയതിയോടുകൂടി, ഈ വർഷം ജൂൺ 15-ാം തീയതിയോടുകൂടിയാണ് മീനങ്ങാടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് മാറിയത്. ശാലിനി ടീച്ചർ എത്ര കാലം ഈ സ്കൂളിലുണ്ടായിരുന്നു? 2022 സെപ്റ്റംബർ മുതൽ ഈ വർഷം ജൂൺ വരെ. അശ്വതി ടീച്ചർ എത്ര നാളുണ്ടായിരുന്നു ആ മുണ്ടക്കയില്? ഞാന് 2.5 വർഷക്കാലം. ഞാന് 2022 ഫെബ്രുവരിയിലാണ് എന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു മുണ്ടക്കൈ. ഈ ജൂലൈ 17-നാണ് ഞാൻ GLP മേപ്പാടിയിൽ ജോയിൻ ചെയ്തത്. ടീച്ചേഴ്സിന്റെ സബ്ജക്റ്റുകളൊന്ന് പറയാമോ? അശ്വതി ടീച്ചറിന്റെ ഏതാണ് സബ്ജക്ട്? ഏതാ? ഞങ്ങൾ LPS-ലാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി, റൈറ്റ്. ഓക്കെ, ഇന്ന് ഈ അധ്യാപക ദിനമാകുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്ലാൻ ഉണ്ടോ? പ്രത്യേകിച്ച് അധ്യാപക ദിനത്തിൽ വീണ്ടും സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഒരു പണി, ശാലി ടീച്ചർ ആദ്യം പറയാം, അതിന്റെ അശ്വതി ടീച്ചർ പറയട്ടെ. ഓർഡർ ഇപ്പം ഞാൻ നാളെയാണ് മുണ്ടക്കൈ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുള്ളൂ. മീനങ്ങാടി സ്കൂളിലേക്കാണ് ഇന്ന്. അവിടെ ആ സ്കൂളിൽ തന്നെയാണ് ഉള്ളത്. നാളെയാണ് ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ. അശ്വതി ടീച്ചർ ഇന്നല്ലേ? അതെ. എന്താണ് നേരെ പോയി കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്? നേരെ പോയി മക്കളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരെ നമ്മള് ചേർത്ത് പിടിക്കണം. മക്കളെ മാത്രല്ല, രക്ഷിതാക്കളും ഈ ഒരു ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലല്ലേ. അവരെയും നമുക്ക് ചേർത്ത് പിടിക്കണം. എങ്ങനെയായിരുന്നു ആദ്യം സ്കൂള് ഊർജ്ജസ്വലമായിട്ട് കൊണ്ടുപോയത്, ഇതിലേക്ക് ഒരു കൂട്ടരെയും ഒക്കെ രക്ഷിതാക്കൾക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണമെന്നുണ്ട്. ശാലിനി ടീച്ചറും കൂടെ വരുന്നതിൽ ഒരുപാട് സന്തോഷം. ശരി. ശാലി ടീച്ചറെ, ആ സ്കൂളിലേക്ക് ഒരു പഴയൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? മുണ്ടക്കയിലെ ഇപ്പോ സാഹചര്യം അമ്പെ മാറി എന്നറിയാം. നമ്മളൊക്കെ ഈ പറയുന്ന പോലെ ദൂരെ നിന്ന് കണ്ടിട്ട് പോലും ഹൃദയം വിങ്ങിയവരാണ് നമ്മളൊക്കെ. ഈ ന്യൂസ് റൂമുകളിൽ പോലും പലപ്പോഴും പലരുടെയും ഇങ്ങനെ വിങ്ങിപ്പൊട്ടെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ ഊഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കായിരിക്കും നിസ്സംശയം. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? കുട്ടികളൊക്കെ മുഴുവനും മൂവ് ഓൺ ആയി, ഓക്കെ ആയി വരുന്നുണ്ടോ കുട്ടികൾ? കുട്ടികൾക്ക് ഒച്ചയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് രാത്രി ആയിരുന്ന സമയത്തെ, കുട്ടികൾ ഉറങ്ങിക്കിടന്ന സമയത്താണല്ലോ ഈ ഒരു സംഭവം ഉണ്ടായത്.
അതുകൊണ്ട് ശബ്ദത്തെയൊക്കെ കുട്ടികൾക്കൊരു പ്രയാസമുണ്ട്. പിന്നെ നമ്മളെ കാണുമ്പോൾ അവർ ഓടി വരും. ഒരു കുട്ടികളുമായിട്ട് അവിടുത്തെ അധ്യാപകർക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു, അവരുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട്. അപ്പം നമ്മളെ കാണുമ്പോൾ അവർക്ക് സങ്കടങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നിൽക്കും കുറെ സമയം. നമുക്കും അവരോട് എന്താ പറയാ, അവരുടെ സ്വന്തം എന്ന് പറയാൻ തൊട്ട് ബന്ധുക്കാരൊക്കെയും കുറെ ആളുകൾ പോയിട്ടുണ്ട്. അപ്പോ നമുക്കും കുട്ടികളോട് എന്താണ് ആ സമയം പറയേണ്ടതെന്നല്ല, നമുക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളിന്റെ ശരിക്കും ഉണ്ടൊക്കെ ആ ഒരു ഭാഗം തന്നെ ഇല്ലാണ്ടായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഒരു തവണ സ്കൂൾ പരിസരത്ത് പോയിരുന്നു. നമുക്കത് കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റൂല. കാര്യം ആ ഒരു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരുന്നു. സ്കൂളും അതിന്റെ ഗ്രൗണ്ടും അതിനോട് ചേർന്നുള്ള പുഴയും ഒക്കെ ആയിട്ട് കുട്ടികൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറിയതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമുക്കറിയാലോ, നമ്മളൊരു കളിച്ചു വളർന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പറിച്ച് നടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുട്ടികൾക്കുണ്ട്. പതിയെ എല്ലാം മാറാനുള്ള കാര്യങ്ങൾ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകണം. അല്ല ഇനിയിപ്പോ എന്തായാലും മുണ്ടക്കൈ എന്ന് പറയുന്ന വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം അല്ല എന്നാണല്ലോ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് ഏറ്റവും മികച്ചവരായി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കും. ഓക്കെ, ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോയാലേ കഴിയൂ. നമുക്ക് എല്ലാം ഉൾക്കൊണ്ട് അതിജീവിച്ചല്ലേ മതിയാകൂ. അശ്വതി ടീച്ചറെ, ഈ ആ സ്കൂളിന്റെ പരിസരത്തേക്കൊക്കെ പോയിരുന്ന ദുരന്തം നടക്കുന്ന സമയത്തൊക്കെ അവിടെ പോകാൻ കഴിഞ്ഞിരുന്നോ? പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞിരുന്നോ ആ സമയത്ത്? ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചാണ് പോയത്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ ഒന്നും കണ്ടാൽ സഹിക്കില്ല. കാരണം ആ എല്ലാ ഏരിയയും നമുക്ക് അറിയുന്നതാണ്. മുണ്ടക്കയിലെ എല്ലാ ഏരിയയും, മക്കളുടെ വീടുകളൊക്കെ എവിടെയാ ഉള്ളത് എന്നൊക്കെ നെഞ്ചു പൊട്ടുന്ന ഒരവസ്ഥയായിരുന്നു അന്നൊക്കെ. ഈ മുണ്ടക്കൈ വെള്ളാമല സ്കൂളിന്റെ വലിയൊരു നാശം നമുക്കറിയാം, നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങൾ. അതിന്റെ അപ്പുറത്തേക്ക് ഈ മുണ്ടക്കൈയിലെ സ്കൂളിലെ സാഹചര്യം എന്തായിരുന്നു? അവിടെ കാര്യമായിട്ടുള്ള നാശമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെ സ്കൂളിന്? മുണ്ടക്കൈന്റെ LP സെക്ഷൻ ഓഫീസ് ഇരിക്കുന്ന കെട്ടിടത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനോട് ചേർന്ന് തന്നെയായിരുന്നു കുട്ടികളുടെ ഡൈനിങ് ഏരിയ. ആ ഭാഗത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. പ്രീ പ്രൈമറിയും ഇപ്പൊ താൽക്കാലികമായിട്ട് അടുക്കളയും പ്രവർത്തിച്ചിരുന്ന ഭാഗമാണ് നഷ്ടം സംഭവിച്ചത്. ആ കെട്ടിടമാണ് തകർന്ന അവസ്ഥയിലുള്ളത്. ടീച്ചർ, ഏകദേശം എത്ര കുട്ടികളുണ്ട് മുണ്ടക്കൈയിൽ ഇപ്പോ? പ്രീ സ്കൂളും കൂടെ ചേർത്തിട്ട് 73 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പൊ അവർക്ക് ഈ അങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ പ്രശ്നമുണ്ടോ? ഈ വഴിയൊക്കെ ആകെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയല്ലോ. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെയാണ് അവർ? അല്ല, ഇപ്പം അവര് പുനരധിവസിപ്പിച്ചിട്ടുണ്ടല്ലോ താൽക്കാലികമായിട്ട് വാടക വീടുകളിലേക്ക്. അപ്പോ കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഗവൺമെന്റ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് കുട്ടികൾ ഇപ്പൊ സ്കൂളിലെത്തുക. സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നുള്ള രക്ഷിതാക്കളുടെ ആഗ്രഹം കൊണ്ട് അവര് അത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്. തീർച്ചയായും എൽദോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളൊരു ഹെൽപ്പ് ലൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ടീച്ചേഴ്സ് പോലും വിളിച്ചിട്ട് ഇന്നൊരു കുട്ടി ഇന്ന സ്ഥലത്തുണ്ട്, കുട്ടികളുടെ പാരന്റ്സിനെ കാണുന്നില്ല, ഇവരുടെ ഒരു ദുഃഖം കാണുമ്പോൾ എനിക്ക് അതും കൂടിയാണ് ഓർമ്മ വരുന്നത്. ഒരുപാട് പേർ അന്ന് വിളിച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? രണ്ട് അധ്യാപകറിന് അപ്പുറത്തേക്ക് രണ്ട് വ്യത്യസ്ത സ്കൂളിലേക്ക് മാറി പോയെങ്കിൽ പോലും ആ സൗഹൃദം എപ്പോഴും നിലനിർത്തുന്നു ശ്രുതി ടീച്ചറും ശാല ടീച്ചറും. അതുണ്ട്. ഞങ്ങള് എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. മുണ്ടക്കൈ സ്കൂളിലെ എല്ലാവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്.
റൈറ്റ്. എന്നാലും ഒരുപാട് സന്തോഷം ടീച്ചർമാർ രണ്ടുപേരുടെ അധ്യാപക ദിനത്തിൽ നമ്മളൊപ്പം ചേർന്നതിന്. പ്രത്യേകിച്ചും ആ മേഖലയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അവിടേക്ക് മുണ്ടക്കയിലേക്ക് തിരികെ ചെല്ലുന്ന നിങ്ങളുടെ വലിയ മനസ്സിന്, അത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിന് മുന്നിൽ വലിയ കൂപ്പ് നൽകുകയാണ്. അധ്യാപക ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസയും നൽകുന്നു. താങ്ക് യു സോ മച്ച് ജോയിനിങ് അശ്വതി ടീച്ചർ ആൻഡ് ശാലിനി ടീച്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ മുണ്ടക്കൈ സ്കൂളിലെ രണ്ട് ടീച്ചേഴ്സാണ്, അശ്വതി ടീച്ചറും ശാലിനി ടീച്ചറും. അവർക്ക് ഒരുപക്ഷെ നെഞ്ചു പൊട്ടുമില്ല. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഒരുപാട് പേര് അവർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. ചില മുഖങ്ങൾ, ചില കുരുന്നുകളുടെ ചിരികളൊക്കെ അത് മാഞ്ഞു പോയതാണ്. അപ്പോൾ ആ ക്ലാസ് റൂമുകളിലേക്ക് അവർ കയറി ചെല്ലുമ്പോൾ ഒരു ഉറപ്പായും. അപ്പോൾ നമ്മളിനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത്. MG മിഥുൻ നമ്മോടൊപ്പം ചേരും. ഇപ്പോൾ മിഥുൻ, ഗുഡ് മോർണിംഗ്. കം. ഗുഡ് മോർണിംഗ് മിഥുൻ, എന്താണ് ദേശീയ തലത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത? ദേശീയ തലത്തിൽ ഒരുപാട് വാർത്തകളുണ്ട്. എന്തായാലും മണിക്കൂറുകളാണ്, അതെല്ലാം തന്നെ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ മണിക്കൂർ നമുക്ക് വിശദമായി എടുക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹരിയാന തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഈ വിനേഷ് ഫോഗട്ടും പൂനിയും ബജ്രംഗ് പൂനി അല്ലേ കോൺഗ്രസിൽ ചേർന്നിട്ടില്ല എങ്കിൽ പോലും തന്നെ അഭ്യൂഹങ്ങൾ ശക്തമാണ്. ആ അഭ്യൂഹങ്ങൾ ശക്തമാകാൻ കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ ഇരുവരും നേരിൽ കണ്ട് അവര് മൂന്നുപേരോടും നിൽക്കുന്ന ഒരു ഫോട്ടോ, ചേർത്ത് പിടിച്ചേക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാണ്. അതായത് സ്ഥാനാർത്ഥിയാകുന്നുള്ള ചാൻസ്, വിനേഷ് ഫോഗട്ട് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇനി എന്തായാലും സ്ഥാനാർത്ഥി പട്ടികകൾ വരേണ്ടതായിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. BJPയുടെയും സമാനമായ രീതിയിൽ തന്നെയാണ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഹരിയാന രാഷ്ട്രീയം നമ്മൾ നോക്കുമ്പോൾ ഹരിയാനയിൽ അവിടുത്തെ സർക്കാർ BJP ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ BJPക്കുള്ള പിന്തുണ ജയം പിൻവലിച്ചതോടുകൂടി അവിടുത്തെ സർക്കാർ താഴെ വീഴുന്ന തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പക്ഷേ ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഒപ്പം തന്നെ സമീപകാലത്ത് തന്നെ അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എങ്കിൽ പോലും തന്നെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് വലിയ രീതിയിൽ അനുകൂലമാണ് എന്ന രീതിയിലാണ് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം 10 സീറ്റുകളാണ് ഹരിയാനയിലുള്ളത്. അതിൽ 5 സീറ്റ് BJPക്കും 5 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു. ആ 5 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു എന്ന് പറയുന്നത് വലിയ മുന്നേറ്റമാണ്. സമീപകാലത്തെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോൾ, അതിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തത്. കർഷക പ്രശ്നങ്ങൾ മുതൽ ഗുസ്തി താരങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയും ചെയ്യുന്നത്. ഹരിയാനയിൽ ഒരുപാട് ഗോതകൾ, ഒരുപാട് ഗുസ്തിക്ക് വലിയ പോപ്പുലാരിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളെ തന്നെ വിനേഷ് ഫോഗട്ടിന്റെ ഈ ഒരു ഒളിമ്പിക്സിലെ ആ ഒരു മെഡൽ, ആ ഒരു കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ആ ഒരു സാഹചര്യം, ആ ഒരു 100 ഗ്രാം വില, അത് നമ്മുടെ 140 കോടി ജനങ്ങളുടെ ആ ഒരു സ്വർണം എന്ന മോഹമാണ് തല്ലിക്കെടുത്തുകയും ചെയ്തത്. അതിൽ ഇത്തരത്തിൽ ഗൂഢാലോചന നടന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് എന്തായാലും പ്രധാനമായും വിനേഷ് ഫോഗട്ട് കൂടി ഈ ഒരു ഗോതയിലേക്ക്, തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കൂടി ഇറങ്ങുമ്പോൾ അത് വലിയ അനുകൂലമായി മാറ്റാൻ സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾക്ക് തുടക്കമാകും. അവിടുത്തെ തെരഞ്ഞെടുപ്പ് നേരത്തെ ഒക്ടോബർ 1-നായിരുന്നു. ഒരു ഘട്ടമായിട്ടാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷേ അവിടുത്തെ വൈഷ്ണവ വിഭാഗം അത് വലിയ ഒരു മേൽക്കൈ നേടിയിട്ടുള്ള വിഭാഗമാണ്. അവിടെ അവരുടെ പരമ്പരാഗത ആഘോഷങ്ങൾ 1-2 തീയതികളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് 4-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഡൽഹിയിലേക്ക് രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ തന്നെ അവിടുത്തെയും, അതായത് ജമ്മു കാശ്മീരിലെയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം 2 പ്രചരണത്തിനായി എത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി ഈ മേഖലയിലേക്ക്, അതായത് ഒരു പ്രധാനമന്ത്രി കാശ്മീരിലേക്ക് പ്രചരണത്തിനായി എത്തിയിട്ട് ഏകദേശം വർഷങ്ങളോളമായി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ ഡേറ്റ് സംബന്ധിച്ചുള്ള തീരുമാനമൊന്നും ആയില്ലെങ്കിൽ പോലും തന്നെ 3 തെരഞ്ഞെടുപ്പ് റാലികളിൽ നരേന്ദ്രമോദി സംസാരിക്കും, പ്രവർത്തകരെ കണ്ട് അഭിസംബോധന ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ദേശീയ വാർത്തകളാണ് പ്രധാനമായും ഉള്ളത്. മറ്റൊന്ന്, വളരെ കാലങ്ങളായി ജയിലിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു ജാമ്യാപേക്ഷ വരുന്നുണ്ട്. ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ശരിവെച്ചിരുന്നു, CBIയുടെ അറസ്റ്റ്. അതിനെതിരെ നൽകിയിട്ടുള്ള ആ ഒരു ജാമ്യാപേക്ഷയാണ് ഇന്ന് സുപ്രീം കോടതിയിലേക്ക് വരുന്നത്. എന്തായാലും നിലവിൽ സെപ്റ്റംബർ 11 വരെ അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുറത്തേക്ക് വരാനുള്ള ഒരു വഴിയൊരുങ്ങും. ഹരിയാനയിലെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കും. കാരണം മറ്റു കേസുകളെല്ലാം തന്നെ ജാമ്യം കിട്ടിയതാണ്. ഈ ഒരു കേസിൽ മാത്രമാണ് അരവിന്ദ് കെജ്രിവാൾ അകത്ത് കിടക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. അപ്പോൾ തന്നെ ഈ പ്രധാനമായും നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ ഒരു സാഹചര്യം, അതായത് ഹരിയാനയിലെ ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ശക്തിയായി മാറാൻ
ആം ആദ്മി പാർട്ടിയും ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസുമായി ആ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ്. കാരണം 10 സീറ്റുകൾ വേണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ആം ആദ്മി ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ 7 സീറ്റ് വരെ നൽകാം എന്നുള്ള ഒരു സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. അങ്ങനെ ചേർന്ന് നടക്കുന്ന സംസ്ഥാനമാണ്. അത്ര ഒരു വേരോട്ടം ഉണ്ടോ ഹരിയാനയിൽ? ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ വേരോട്ടമുള്ള സ്റ്റേറ്റ് കൂടിയാണ് ഹരിയാന എന്ന് പറയുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമായിരുന്നു എങ്കിൽ പോലും തന്നെ നേട്ടം ആ ഒരു നേട്ടം കോൺഗ്രസിന് അനുകൂലമാകാൻ കാരണം ഇവരുടെ ഒരു പിന്തുണ കൂടി ഉണ്ട് എന്ന് നമുക്ക് നിർവചനം എടുത്ത് പറയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് തവണ ഒരു 10 സീറ്റ് വേണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നത്. 7 സീറ്റ് വരെ നൽകാം എന്നുള്ളൊരു ധാരണ ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഇന്നത്തെ ഒരു ദിവസം, കാരണം അരവിന്ദ് കെജ്രിവാളിന് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അത് ആകാംക്ഷയോടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണ് ദേശീയ വാർത്തകൾ പ്രധാനമായും ഇന്നുള്ളത് എന്നുള്ളതാണ്. മറ്റു വാർത്തകൾ നമുക്ക് വരും മണിക്കൂറിലേക്ക് കയറാം. കെജ്രിവാൾ ഇറങ്ങോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ അറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇനി മറ്റൊരു വാർത്ത കൂടി, ഇനി ദേശീയ വാർത്ത തൊട്ട് കേരളത്തിലുള്ള വാർത്തയിലേക്ക് കൂടി മിഥുൻ പോവും. പി വി അൻവർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾ പി ശശി ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമായതോടെ പ്രതിരോധ നീക്കമാണ് നടത്തുന്നത് പി ശശി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടാൻ കഴിയാത്ത വൻ ശക്തികളാണ് ഇതിന് പിന്നിലെന്നാണ് പി ശശിയുടെ വാദം. എന്തുകൊണ്ടാണ് ശശി അത്തരത്തിൽ ഒരു പ്രതിരോധം തീർക്കുന്നത്? അത് അദ്ദേഹത്തിന് ഒരു സംരക്ഷണം ഒരുക്കും അങ്ങനെ ഒരു വാദം ഉയർത്തിയ? അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത്. കാരണം പി ശശിയെ സംബന്ധിച്ച് ഇനി സമ്മേളന കാലങ്ങളാണ്. സമ്മേളനത്തിനൊടുവിൽ സെക്രട്ടേറിയറ്റിലേക്ക് വരാം, സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു പ്രതിനിധിയാകാമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ തന്നെ പി ശശിയുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തല്ലിക്കിടത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. കാരണം നേരത്തെ തന്നെ ഇപ്പോൾ പി വി അൻവർ പരസ്യമായി പറഞ്ഞുവെങ്കിൽ പോലും തന്നെ മറ്റ് MLA മാർക്കും ഇതേ രീതിയിലുള്ള ചില വിമർശനങ്ങളുണ്ടായിരുന്നു. അത് പരസ്യമായി പറഞ്ഞില്ല എങ്കിൽ പോലും രഹസ്യമായി തന്നെ അത് പാർട്ടി സെക്രട്ടറിയും ഒപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളെയൊക്കെ തന്നെ പലരും അറിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പി ശശി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രിയുമായി കൂടുതൽ അടുത്ത് സംസാരിക്കാൻ പല നേതാക്കൾക്കും സാധിക്കുന്നില്ല. അതിലൊരു വിലങ്ങുതടിയായി പി ശശി നിൽക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ അത് പരസ്യമായില്ല എങ്കിൽ പോലും തന്നെ അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പി ശശി ഇതിനൊരു പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ്. പി ശശി സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന വലിയൊരു പദവി അവിടെ നിൽക്കുന്നുണ്ട്. അവിടേക്ക് പോകുന്നതിന് വേണ്ടി എന്ത് കണ്ടും മുഖ്യമന്ത്രി ഒരു സംരക്ഷണം പി ശശിക്ക് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിൽ ഇനിയുള്ളത് നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. പി വി അൻവറിന്റെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ ഒന്ന് ADGPക്കെതിരായിട്ടുള്ള അന്വേഷണം, സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്ന ആര് എന്നുള്ളൊരു വലിയ ചോദ്യം. അത് പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലും അത് ഇനി വരുന്ന സമ്മേളന കാലങ്ങളിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുറക്കമായിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ അവിടെ താഴെത്തട്ടിൽ നിന്ന് തന്നെ ഈ ഒരു വിമർശനങ്ങൾ ഉയരാൻ സാഹചര്യമുണ്ട്. അത് മറുപടി പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും. വിമർശനങ്ങൾക്ക് അതീതനായി തന്നെ മുന്നോട്ട് പോകാൻ ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിശദമായി നാളെ പാർട്ടി ഈ വിഷയം ചർച്ച ചെയ്യും. മറ്റൊന്ന് മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും. ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, പി ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ ഇഴകീറി പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോവുക എന്നുള്ളതാണ്. പരിശോധിക്കാനുള്ള പ്രയോഗം നടപ്പിലാകുമോ എന്നുള്ളതാണ് പ്രശ്നം. അതും അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും തന്നെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, ബിനോയ് വിശ്വം കുറച്ച് മയത്തിലാണ് ആ ഒരു വിമർശനം ഉന്നയിച്ചെങ്കിൽ പോലും തന്നെ മറ്റു നേതാക്കളെ തന്നെ ആഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് നടപടി വേണം, ഈ 2 പേരെയും മാറ്റി നിർത്തിക്കൊണ്ട് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്, അതല്ല എങ്കിൽ പ്രഹസനമായി പോകുമെന്നുള്ളൊരു കാര്യം CPI തന്നെ, ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയിൽ ഒന്നായിട്ടുള്ള CPI തന്നെ അത് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന് ഇതിന് വലിയ രീതിയിൽ ആക്കം ലഭിക്കുന്നത്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികളുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പി ശശിയെ സംബന്ധിച്ചും ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ച് ഇനിയുള്ള കാലങ്ങൾ, ഇനിയുള്ള ഈ ഒരു മാസം പാർട്ടി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ SIT ഇതിനുവേണ്ടി പ്രത്യേകം നടപ്പിലാക്കിയിട്ടുള്ള DGPയുടെ നേതൃത്വത്തിലുള്ള ആ സംഘത്തിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. എന്തായാലും ഒരു മാസക്കാലം അളവുണ്ട് ഈ 2 പേർക്കും എന്നുള്ളതാണ്. റൈറ്റ്, ഓക്കെ. എന്തായാലും മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. മിഥുൻ എന്നാലും മിഥുനെ വിടാം. അതിന് മുമ്പ് ഞാനൊരു സ്റ്റോറിയിലേക്ക് കൂടെ പോവുകയാണെന്ന് തോന്നുന്നു. ക്രിസ്ത്യൻ രസമാണ്, MLAക്ക് കളിത്തോക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് സമീപകാലത്ത് മറ്റേ അദ്ദേഹം ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹം ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ കളിത്തോക്ക് അയച്ചു നൽകിയിരിക്കുകയാണ് യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അൻവർ MLAക്ക് കളിത്തോക്ക് അയച്ചു കൊടുത്തത്. പൂക്കോട്ട് പാടത്തായിരുന്നു വേറിട്ട പ്രതിഷേധം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് PV അൻവർ MLA തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മലപ്പുറം കളക്ടർ VR വിനോദിന് മുൻപിൽ ഗൺ ലൈസൻസിന് അപേക്ഷ നൽകിയത്. നിലവിലെ പോലീസ് സുരക്ഷയ്ക്ക് പുറമെയാണ് അൻവറിന്റെ തോക്കിനായിട്ടുള്ള അപേക്ഷ.
ഇതിനെ പരിഹസിച്ചാണ് യൂത്ത് ലീഗ് MLAക്ക് കളിത്തോക്ക് അയച്ചു നൽകിയത്. അദ്ദേഹത്തിന് പിണറായി വിജയന്റെ പോലീസ് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ, മലപ്പുറം ജില്ലാ കളക്ടർ തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരു തോക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ മറ്റു പേടിയുള്ള MLAമാരോ മറ്റു പ്രമുഖ ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ പൊതുജനങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കും ഞങ്ങൾ തോക്ക് അയച്ചു നൽകാൻ സന്നദ്ധമാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റുദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോക്ക് അയച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പരിഹസിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. അടുത്തൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ MSP കമാൻഡ് ചുമതലയിലിരിക്കെ മലപ്പുറം SP സുജിത് ദാസ് MSP സ്കൂളിൽ അനധികൃത നിയമനം നടത്തിയെന്ന് ആക്ഷേപം. PSCയിൽ നിന്നും നിയമനം നടത്തണമെന്ന് നിർദ്ദേശം അട്ടിമറിച്ച് MSPയിൽ കോഴ വാങ്ങി നിയമനം നടത്തിയെന്നാണ് KSU ആരോപണം ഉന്നയിക്കുന്നത്. 2021 ഫെബ്രുവരിയിലാണ് MSP സ്കൂളിലെ നിയമനങ്ങൾ PSCക്ക് വിടാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വരുന്നത്. എന്നാൽ അതേ വർഷം നവംബറിൽ ഈ നിർദ്ദേശം അട്ടിമറിച്ച് കോഴ വാങ്ങി അധ്യാപക നിയമനം നടത്തിയെന്നാണ് KSUവിന്റെ ആക്ഷേപം. നിർബന്ധിത പിരിവ് MSPയുടെ കോഡൂർ, മലപ്പുറം സഹകരണ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചുവെന്നും ഇവർ ആരോപിക്കുന്നു. ഏകദേശം 15 മുതൽ 20 ലക്ഷം രൂപ വരെ അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു അധ്യാപക നിയമനത്തിന് MSPയുടെ അദ്ദേഹം അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നിന്നുള്ള പണം ചിലവഴിച്ച് അവിടെ ഒരു ബിൽഡിംഗ് പണിതിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും എത്ര രൂപക്ക് കൊട്ടേഷൻ കൊടുത്തു, എസ്റ്റിമേറ്റ് എടുത്തു, ആര് ആ വർക്ക് എടുത്തു എന്നതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം സാമ്പത്തികമായി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് മുമ്പ് നടന്ന നിയമനങ്ങളിൽ പോലും അദ്ദേഹം കോഴ ആവശ്യപ്പെട്ട് അവരുടെ സർവീസ് റെക്കോർഡും രേഖകളും മനഃപൂർവ്വം 2 വർഷത്തോളം വൈകിപ്പിച്ചു എന്ന വസ്തുതയും നമുക്ക് അന്വേഷണത്തിൽ കിട്ടും. അതുവരെ MSP അക്കൗണ്ട് കൈകാര്യം ചെയ്തത് സ്കൂൾ അതോറിറ്റി ആയിരുന്നെങ്കിൽ സുജിത് ദാസ് പ്രിൻസിപ്പലിനെ നിലനിർത്തി അക്കൗണ്ട് ഓപ്പറേഷൻ സ്വന്തം പേര് കൂടി ചേർത്ത് പണക്രയ വിക്രയം സ്വന്തം കൈകാര്യത്തിലാക്കുകയും ചെയ്തുവെന്നും ഇവർ ആരോപിക്കുന്നു. അദ്ദേഹം ഈ രാജീവിന്റെ മകൾക്ക്, ഈ BJPയുടെ ഉന്നതനായ നേതാവിന്റെ മകൾക്ക് വഴിവിട്ട നിയമനം നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഉത്തരവ് അട്ടിമറിച്ച് ഈ നോട്ടിഫിക്കേഷൻ 18/11/2021 സുജിത് ദാസ് IPS ഒപ്പുവെച്ച് അദ്ദേഹത്തിന്റെ MSPയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്ന ഇന്റർവ്യൂവിന്റെയും അതുപോലെ എഴുത്തു പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ അദ്ദേഹം ഇറക്കി. തുടർന്ന് 6ഓളം നിയമനങ്ങൾ അദ്ദേഹം ഡയറക്റ്റ് നടത്തി. പിന്നീട് വന്ന MSP കമാൻഡന്റുമാർ സുജിത് ദാസിന്റെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളുടെയും നിയമന ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമനങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ഫലത്തിൽ സ്കൂളിൽ 15ഓളം അധ്യാപകരുടെ കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ കുറവ് സ്കൂളിന്റെ നിലവാരത്തെ തകർത്ത് പിന്നോട്ടടിച്ചുവെന്നും സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചുവെന്നുമാണ് ഇവരുടെ ആക്ഷേപം. ന്യൂസ് 18 മലപ്പുറം. അപ്പോൾ എൽദോ, നമുക്ക് നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. അതെ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് തൃശാനാണ്. തൃശാൻ ധനീഷ് ബർത്ത്ഡേ ആണ്. അതെ. അപ്പോൾ കുഞ്ഞാളാണ്. നമുക്ക് തൃശാനെ കാണാം. തൃശാൻ ധനേഷ്, ഹാപ്പി ബർത്ത്ഡേ. മിടുക്കനാണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തൃശാൻ ധനേഷിന്റെ 6ാമത്തെ ബർത്ത്ഡേ ദിനത്തിൽ 5 സെപ്റ്റംബർ എല്ലാവിധ സന്തോഷവും രേഖപ്പെടുത്തുന്നു അല്ലേ. അപ്പോൾ തൃശാൻ നമ്മോടൊപ്പം ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. തൃശാനെ, ഇതാരാ കൂടെ ഇരിക്കുന്നേ? ചേച്ചിന്റെ കൂടെയാ? ആദ്യം രണ്ടിനും കൂടെ ബർത്ത്ഡേ ആയിട്ട് പിന്നെ വഴക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ശരിയാണോ? ശരിയാണ്. എന്നാ ചേച്ചി ഒരു പണി, ബർത്ത്ഡേ അല്ലേ, തൃശ്ശാരി കെട്ടിപ്പിടിച്ചിരുമ്പോ അപ്പൊ ഹാപ്പി ആയില്ലേ തൃശാൻ? തൃശാന്റെ ആ തലൊക്കെ മാറിയില്ലേ? തൃശാൻ എന്താണ് മിണ്ടാതിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു, ചേച്ചിയുടെ വിശേഷം ചോദിച്ചു, മറുപടി ഒന്നും ഇല്ലല്ലോ. എന്നാ ശരി തൃശാൻ, ചേച്ചിന്റെ പേര് പറയും. ചേച്ചിയുടെ പേരെന്താ തൃശാനെ? ഋഷിക. ഈ ഇങ്ങനെ പേടിച്ചിരിക്കൊന്നും വേണ്ട, ഞങ്ങള് പാവല്ലേ. ചിരിച്ചു. അപ്പൊ എന്താ സ്കൂളിൽ പോകുമ്പോ എന്താ ഫ്രണ്ട്സിന് എന്താ കൊടുക്കണേ? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? പുതിയ ഉടുപ്പാണോ എന്നിട്ടേക്കുന്നേ? അടിപൊളിയാണല്ലോ. എന്താ വീട്ടിൽ നിന്ന് ആരെന്താ വാങ്ങിച്ചു തന്നെ? ബർത്ത്ഡേ ഗിഫ്റ്റ് വല്ലതും കിട്ടിയോ? അതെന്താ അത്? പെൻസിലോ? സ്കെയിലല്ലേ? പെൻസില്. ഓക്കെ ഓക്കെ. അപ്പൊ ഓരോ ഫ്രണ്ട്സിനും ഓരോ പെൻസിൽ അല്ലേ? ആർക്കാ 2 കൊടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നേ?
എല്ലാവർക്കും. ബെസ്റ്റ് ഫ്രണ്ട് ആരാ തൃശാൻ? ആണോ? ചേച്ചി പറഞ്ഞത് ശരിയാണോ? ഇഷാൻ തന്നെയാണോ ബെസ്റ്റ് ഫ്രണ്ട്? അല്ല, ഇഷാൻ ദേവ് അടുത്ത ആളാണ്. തൃശാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇഷാൻ ആണെന്നാണ് പറഞ്ഞത്. അതെ, ചേച്ചി പറഞ്ഞത് ഇഷാൻ എന്ന് പറഞ്ഞത് ശരിയാണോ? തൃശാൻ, ഇഷാൻ തന്നെയാണോ ശരിക്കും ബെസ്റ്റ് ഫ്രണ്ട്? ആണ് അല്ലേ? ഓക്കെ. ഏത് സ്കൂളിലാണ് രണ്ടാളും പഠിക്കുന്നത്? ഒരേ സ്കൂളിൽ തന്നെയാണോ? ചേച്ചി പറ, ഏത് സ്കൂളിലാ? സ്ഥലം പൂച്ചട്ടി. ഓക്കെ. അപ്പൊ വീട് എവിടെയാ ശരിക്കും? തൃശ്ശൂരാ. തൃശ്ശൂർ എവിടെയാ? നടുത്തറ അല്ലെ? അമ്മ അവിടെ പിന്നിൽ നിന്ന് പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അമ്മയല്ലേ പറഞ്ഞു തരുന്നേ? ഓക്കെ. അച്ഛൻ എവിടെയാണ് തൃശാന്റെ? അച്ഛൻ ഇവിടെ നാട്ടിലുണ്ട്, ബിസിനസ് ആണ്. ഓക്കെ, ശരി ശരി. അമ്മനെ കുറച്ചുകൂടി ചേർത്ത് തിരിക്കുവാണെങ്കിൽ എല്ലാവർക്കും കാണാമായിരുന്നു. ഓക്കെ. രണ്ട് മക്കളാണോ ഉള്ളത്? രണ്ട് മക്കള്. പേര്? അമ്മയുടെ പേര് മേഘ. മേഘ. ഓക്കെ. അപ്പോ ഇന്ന് വൈകിട്ട് തിരിച്ചു വരുമ്പോൾ എന്താ സ്പെഷ്യല് തൃശാന്? കേക്ക് ഉണ്ടാക്കി, ഞാൻ കേക്ക് ഉണ്ടാക്കും, ബേക്ക് ചെയ്യും. അപ്പൊ കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പായസം. ഇഷ്ടമുള്ള കേക്കാണ് അമ്മ ഉണ്ടാക്കിയത്. സ്പൈഡർമാന്റെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പ്രൊഫഷണൽ കേക്ക് മേക്കർ ആണല്ലേ? ഞാൻ സെയിൽ ചെയ്യാറുണ്ട്. ശരി ശരി ശരി. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് സന്തോഷം ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ നിങ്ങൾക്കൊക്കെ പങ്കുചേരാം. അപ്പൊ തൃശാൻ, ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. ചേച്ചിക്കുട്ടിക്കും ഒരു ഹാപ്പി ബർത്ത്ഡേ. തല്ലുകൂടാൻ പോകരുത് കേട്ടോ. തൃശാന്റെ അടുത്ത് ഇന്ന് ബർത്ത്ഡേ ആണ്. നോ തല്ലുകൂടൽ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. തൃശാനും ചേച്ചിയും അമ്മയും ഒക്കെയാണ് ചേർന്ന് നമ്മുടെ ഒപ്പം. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങളും ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, നെയിം, ഫോൺ നമ്പർ, പിറന്നാൾ, വിവാഹ വാർഷികം, അങ്ങനെ എന്തുമാകട്ടെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ന്യൂസ് 18നൊപ്പം ആഘോഷിക്കാം. ഓക്കെ, നമ്മളിനി കൂടുതൽ വാർത്തകളിലേക്കൊക്കെ തിരികെ എത്തും. മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. മറ്റ് ലൈവ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് പി ശശി. മുഖ്യമന്ത്രി RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP എന്ന VD സതീശൻ. PV അൻവറിന്റെ പരാതി അന്വേഷിക്കുമെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ല എന്ന് കെ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭിക്കുന്ന വകുപ്പെന്ന പ്രോസിക്യൂഷൻ വാദം. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാരെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസയൊക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം ശക്തമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ. കാലാവധി നീട്ടി നൽകുമെന്ന സൂചന. മലപ്പുറം പെരുമ്പടപ്പിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ടു. 3 പേർ മരിച്ചു. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പെട്രോൾ സൂക്ഷിച്ച കുപ്പി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിന് പോലീസ്. പാപ്പനകോട്ടെ തീപിടുത്തം ആസൂത്രിത കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. മോദിക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്.
ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ദ്രാവിഡ് വീണ്ടും പരിശീലക വേഷത്തിൽ. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. ഫ്രാഞ്ചൈസിയുമായി കരാറിലേർപ്പെട്ടതായി വിവരം. PV അൻവർ പിന്നോട്ടില്ല. താൻ പങ്കുവച്ചത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരം. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ അതൃപ്തി. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ് കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? MV ഗോവിന്ദന് പരാതി നൽകി MLA. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് P. ശശി. മുഖ്യമന്ത്രി RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP എന്ന VD സതീശൻ. PV അൻവറിന്റെ പരാതി അന്വേഷിക്കുമെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ല എന്ന് K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭിക്കുന്ന വകുപ്പെന്ന പ്രോസിക്യൂഷൻ വാദം. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാരെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് ഈ സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസയൊക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം ശക്തമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ. കാലാവധി നീട്ടി നൽകുമെന്ന സൂചന. മലപ്പുറം പെരുമ്പടപ്പിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ടു. 3 പേർ മരിച്ചു. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പെട്രോൾ സൂക്ഷിച്ച കുപ്പി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിന് പോലീസ്. പാപ്പനകോട്ടെ തീപിടുത്തം ആസൂത്രിത കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. മോദിക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ദ്രാവിഡ് വീണ്ടും പരിശീലക വേഷത്തിൽ. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. ഫ്രാഞ്ചൈസിയുമായി കരാറിലേർപ്പെട്ടതായി വിവരം. മോർണിംഗ് വൈബ്സ് തുടരുമ്പോൾ നമ്മൾ ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക്, രാജ്യാന്തര വാർത്തകളിലേക്ക് പോവുകയാണ്. കൃഷ്ണൻ തന്നെ വിവരം നൽകുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിരവധി അക്രമം ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അമേരിക്കയിൽ ഈ കണക്ടിക്കട്ട്, ഫ്ലോറിഡ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി സ്കൂളിൽ, അത് പ്രത്യേകിച്ച് പറയേണ്ടത് ഈ പഠിക്കുന്ന സ്ഥലത്ത്, സ്കൂളിലോ കോളേജുകളിലോ യൂണിവേഴ്സിറ്റികളിലോ നിരവധി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുപോലൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. അമേരിക്കയിലെ ജോർജിയയിൽ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 4 മരണം, 9 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേ സ്കൂളിലെ 14-കാരനായ വിദ്യാർത്ഥിയാണ് വെടിവയ്പ്പിന് പിന്നിൽ. അക്രമി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ്. എന്തിനാണ് ഈ ആക്രമണം നടത്തിയത്? അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമല്ല. പക്ഷെ ഇതിൽ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിപ്പോർട്ട് പ്രകാരം അടുത്ത വർഷങ്ങളിലായിട്ട് നടന്ന 42 ആക്രമണങ്ങളിൽ 217 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ തീവ്രത എത്രത്തോളമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലുള്ള ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു
മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഒരു കൂടി വരുന്ന കേസസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബുധനാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ വർഷം മാത്രം 29 കൂട്ടക്കൊലകൾ US നടന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഈ വർഷം 127 പേർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. എന്നാലും ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. 14കാരനായിട്ടുള്ള അക്രമിയാണ്, പോലീസ് കസ്റ്റഡിയിലുണ്ട്. 9 പേർക്ക് മരണം സംഭവിച്ചു. 4 പേർക്ക് 9 പേർക്ക് പരിക്കേറ്റു. 8 കുട്ടികളും ഒരു അധ്യാപകനും ഉൾപ്പെടെയാണ് 9 പേർ. ഇനി മറ്റൊന്ന് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനമാണ്. അതിനകത്തപ്പോൾ ബ്രൂണൈ കഴിഞ്ഞു. ഇപ്പോൾ 2018 മോദി അവസാനമായിട്ട് സിംഗപ്പൂരിലേക്ക് പോരുന്നത്. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി സിംഗപ്പൂരിൽ തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സിംഗപ്പൂർ പാർലമെന്റ് ഹൌസിൽ ഇന്ന് ഔദ്യോഗിക സ്വീകരണം നൽകും. പ്രസിഡന്റ് തർമൻ ഷൺമുഖന്തറുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയിലേക്കുള്ള നിക്ഷേപക സാധ്യത കൂട്ടുക എന്നതാണ് ലക്ഷ്യം. ഈ കഴിഞ്ഞ ദിവസം ബ്രൂണയിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഈ മോദിയെ വരവേറ്റതേ ഒരു ഇസ്താന നൂറുൽ എന്ന് പറയുന്ന പാലസ് ഉണ്ട്. ഇസ്താന നൂറുൽ ഇമാം പാലസ് ഭയങ്കര ഫേമസ് ആണ്. അതായത് 1700 മുറിയുണ്ട് പാലസിൽ. അത്രമാത്രം വലിയ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചൊരു പാലസാണ്. അവിടെയായിരുന്നു പ്രധാനമന്ത്രിക്ക് അവിടെ ബ്രൂണൈ സുൽത്താൻ സ്വീകരണം ഒരുക്കിയത്. അപ്പോൾ ഓക്കെ, നമ്മളിനി മറ്റു വാർത്തകളിലേക്ക് എന്താണ്, ഓണക്കാലമൊക്കെ ആവുന്നു. അപ്പോൾ ഈ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വില കൂട്ടി സർക്കാർ എന്നുള്ള വിവരം കൂടി വരുന്നു. ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ അരി, തുവരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്ക് സപ്ലൈകോ വില വർദ്ധിപ്പിച്ചു. 27 രൂപ വിലയുണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് 33 രൂപയായി വർദ്ധിച്ചു. അതേസമയം സപ്ലൈകോ ഓണം ഓഫറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഓണക്കിറ്റുകൾ റേഷൻ കടകൾ വഴി സെപ്റ്റംബർ 9 മുതൽ വിതരണം ചെയ്യും. ഇനി ഇത് ഈ ഓണം ചിങ്ങം മാസം കല്യാണക്കാലം കൂടിയാണ് അല്ലേ. അപ്പോൾ ഈ കല്യാണക്കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിരവധി വിവാഹങ്ങളാണ് എല്ലാ ദിവസവും നടക്കുന്നത്. ഈ മാസം 8-ാം തീയതി 300 വിവാഹങ്ങൾ ഗുരുവായൂരിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ആയിട്ട് രാജു ഗുരുവായൂർ ചേരുന്നുണ്ട്. ഒരുപാട് വധുവരന്മാർ ഈ ഗുരുവായൂരിൽ വന്ന് മംഗല്യം നടന്ന് പോകുന്ന ഒരു സാഹചര്യമാണ്. രാജു, വലിയ തിരക്കുള്ള സമയമായിരിക്കും ഗുരുവായൂരിൽ അല്ലേ. എന്താണ് ഇന്ന് വിവാഹങ്ങൾ ഉണ്ടോ? ഒരുപാട്. ഗുഡ് മോർണിംഗ് എൽദോ ആൻഡ് ക്രിസ്ത്യൻഡു. നമ്മൾ സൂചിപ്പിച്ച പോലെ ചിങ്ങമാസത്തിലെ ഏറ്റവും നല്ല മുഹൂർത്തമുള്ള ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് തന്നെ ധാരാളം വിവാഹങ്ങൾ അന്ന് ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്നുണ്ട്. എൽദോ പറഞ്ഞ 347 വിവാഹങ്ങൾ ബുക്ക് ചെയ്തതായാണ് ദേവസ്വം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ആകുമ്പോൾ അതിലും കൂടാനാണ് സാധ്യത. അന്നത്തെ ദിവസം വലിയ ഒരുക്കങ്ങൾ ദേവസ്വം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വരനെയും വധുവിനെയും ഇരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ക്രമപ്രകാരം വധുവരന്മാരെ കല്യാണ മണ്ഡപത്തിലേക്ക് അയക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4 കതിർ മണ്ഡപങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഒരെണ്ണം കൂടെ കൂടുതൽ കല്യാണം വരുന്ന നിലയ്ക്ക് ഒരെണ്ണം കൂടെ ഏർപ്പെടുത്താനുള്ള സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ബന്ധുക്കളുടെ വഴി നിയന്ത്രിക്കാനായി ദേവസ്വം സെക്യൂരിറ്റി വിഭാഗം ശക്തമായി രംഗത്തുണ്ടാകും. ക്ഷേത്ര പരിസരത്തെത്തുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കനത്ത പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഗുരുവായൂരിലെ വൺവേ സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളതിനാൽ കിഴക്കു നിന്നും മേൽപ്പാലം ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഭക്തരും ഇടത്തോട്ട് തിരിഞ്ഞ് ദേവസ്വത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്താവുന്നതാണ്. അതുപോലെ തന്നെ പടിഞ്ഞാറ് നടയിലെത്തുന്ന ഭക്തർ ഇടത്തോട്ട് തിരിഞ്ഞ് വിവിധ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്താവുന്നതാണ്. ക്രമാതീതമായ തിരക്കിൽ ആർക്കെങ്കിലും ദേഹാസ്വസ്ഥമുണ്ടാകുന്ന സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ആംബുലൻസുകൾ അലർട്ട് ആക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ തങ്ങളുടെ ആഭരണങ്ങളും മറ്റും സ്വയം സൂക്ഷിക്കാൻ മുൻകരുതൽ എടുക്കണമെന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അസാധാരണമായ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ദേവസ്വം വലിയ മുൻകരുതൽ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൽ CCTV ക്യാമറ സജ്ജമാക്കിയിട്ടുള്ളതിനാൽ ഇവിടെ എത്തുന്ന എല്ലാവരും കൃത്യമായ നിരീക്ഷണത്തിന് വിധേയരാകുന്നുണ്ട് എന്നത് സ്വയം മനസ്സിലാക്കണം. കിഴക്കനടയിൽ ഷൂ കോംപ്ലക്സിന് സമീപം പോലീസ് കൺട്രോൾ റൂമിൽ 24 മണിക്കൂറും ഡ്യൂട്ടിക്ക് പോലീസ് ഉണ്ടാകും. എന്തെങ്കിലും നഷ്ടപ്പെടുകയോ കൂട്ടം തെറ്റുകയോ ചെയ്താൽ കിഴക്കൻ നടത്തുന്ന ഇൻഫർമേഷൻ കൗണ്ടറിൽ അറിയിക്കാവുന്നതാണ്. വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ ക്ഷേത്രാങ്കണം കനത്ത നിരീക്ഷണത്തിലാകും. ഞായറാഴ്ച ഉണ്ടാകുന്ന വലിയ തിരക്ക് നിയന്ത്രിക്കാനായി വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ദേവസ്വം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. എൽദോ.
റൈറ്റ്. ഗുരുവായൂരിൽ 300-ലേറെ വിവാഹങ്ങളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ വായിച്ചത്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാജു പറഞ്ഞത് 340-ലേറെ ബുക്കിംഗ് വന്നു എന്നാണ് ദേവസ്വം അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും വലിയ വിശേഷ ദിവസങ്ങളാണ് ഈ കല്യാണം നടക്കാൻ പോകുന്ന ആളുകൾക്ക്. ഇനി നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറാമാൻ സംഘത്തിലെ ഒരാളും ഗുരുവായൂർ വിവാഹം നടത്താൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ സസ്പെൻസ് അന്ന് പറയാം പേരാരാണെന്നൊക്കെ. ഓക്കെ. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം പ്രത്യേക സംഘം ഉടൻ ആരംഭിക്കും. സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് തീരുമാനം. സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതിന്റെ പങ്ക് ADGP നേടിയിരുന്നു എന്ന ആരോപണത്തിലും പരിശോധന നടത്തും. സംസ്ഥാന ഇന്റലിജൻസിനോടും പ്രത്യേക സംഘം റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നാണ് സൂചന. PV അൻവർ ആരോപിച്ച പോലെ പിടിച്ചെടുത്ത സ്വർണം ഉരുക്കിയോ അളവിൽ വ്യത്യാസം വരുത്തിയാണോ കോടതിയിൽ ഹാജരാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രാഥമിക പരിശോധന ഒരു ഘട്ടം കഴിഞ്ഞ ശേഷമായിരിക്കും പരാതിക്കാരനായ PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്താൻ സാധ്യത. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദാർവേഷ് സാഹിബാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് പോകണം അല്ലേ? ഇടവേള. News 18 കേരളം ഷോക്ക് ക്രെഡിറ്റ്. PV അൻവർ പിന്നോട്ടില്ല. താൻ പങ്കുവച്ചത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരം. ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ അതൃപ്തി. ഹെഡ്മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു. വളരെ സീരിയസ് ആയ പരാതി ഹെഡ്മാസ്റ്ററെ കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കുക? അല്ലല്ലോ. അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? MV ഗോവിന്ദന് പരാതി നൽകി MLA. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് P ശശി. മുഖ്യമന്ത്രി RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP എന്ന VD സതീശൻ. PV അൻവറിന്റെ പരാതി അന്വേഷിക്കുമെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ല എന്ന് K സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. ജാമ്യം ലഭിക്കുന്ന വകുപ്പെന്ന പ്രോസിക്യൂഷൻ വാദം. നിവിൻ പോളിക്കെതിരെ വീണ്ടും പരാതിക്കാരി. നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്ന് പറയുന്ന ആൾക്കാരെ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണ്ടകളായിട്ടാണ് എന്റെ മുമ്പിൽ പിന്നെ പ്രത്യക്ഷപ്പെട്ടത്. നിവിൻ പോളി പറഞ്ഞത് സുനിൽ ചേട്ടനാണ് എനിക്ക് പൈസയൊക്കെ ഫണ്ട് ചെയ്ത് ട്രോൾ ചെയ്യാൻ തരുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഹേമ കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്ന ആവശ്യം ശക്തമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി നാളെ അവസാനിക്കും. പുതിയ ഗവർണറെ തീരുമാനിക്കാതെ കേന്ദ്ര സർക്കാർ. കാലാവധി നീട്ടി നൽകുമെന്ന സൂചന. മലപ്പുറം പെരുമ്പടപ്പിൽ ഗൃഹനാഥൻ വീടിന് തീയിട്ടു. 3 പേർ മരിച്ചു. ആത്മഹത്യയെന്ന് പ്രാഥമിക നിഗമനം. പെട്രോൾ സൂക്ഷിച്ച കുപ്പി കണ്ടെത്തി. വിശദമായ അന്വേഷണത്തിന് പോലീസ്. പാപ്പനകോട്ടെ തീപിടുത്തം ആസൂത്രിത കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. പ്രധാനമന്ത്രിയുടെ സിംഗപ്പൂർ സന്ദർശനം തുടരുന്നു. മോദിക്ക് ലഭിച്ചത് ഊഷ്മള വരവേൽപ്പ്. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുമെന്ന് പ്രധാനമന്ത്രി. രാഹുൽ ദ്രാവിഡ് വീണ്ടും പരിശീലക വേഷത്തിൽ. രാജസ്ഥാൻ റോയൽസിന്റെ പരിശീലകനാകും. ഫ്രാഞ്ചൈസിയുമായി കരാറിലേർപ്പെട്ടതായി വിവരം. PV അൻവർ പിന്നോട്ടില്ല. താൻ പങ്കുവച്ചത് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരം.
ആ അന്തസ്സുള്ള മുഖ്യമന്ത്രി, അന്തസ്സുള്ള ഗവൺമെന്റ്, അന്തസ്സുള്ള പാർട്ടി, അവരുടെ മുന്നിലാണ് എന്റെ പെറ്റീഷൻസ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ മുന്നിലാണ് ഈ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളത്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ അതൃപ്തി. ഹെഡ് മാസ്റ്ററെ കുറിച്ചൊരു പരാതി വന്നു, വളരെ സീരിയസ് ആയ പരാതി ഹെഡ് കുറിച്ച്. അതാരാ അന്വേഷിക്കുക? ആ സ്കൂളിലെ കൂടെ പ്രവർത്തിക്കുന്ന അധ്യാപകനും അവിടുത്തെ പ്യൂണും ബെല്ലടിക്കുന്നവനാണോ അന്വേഷിക്കുക? എന്നിട്ട് ആ അദ്ദേഹത്തിന് തന്നെയാണോ റിപ്പോർട്ട് കൊടുക്കാമല്ലോ? അങ്ങനെയുള്ള ഒരു നയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? MV ഗോവിന്ദന് പരാതി നൽകി MLA. ഇത് ഈ അഴിമതിക്കെതിരെ, ഈ അക്രമത്തിനെതിരെ, ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ലോബിക്കെതിരെയുള്ള ഒരു വിപ്ലവമായി മാറും. അതിന് യാതൊരു തർക്കവുമില്ല. ഒരു കൊട്ടാര വിപ്ലവമാണ്. അല്ല, അത് കൊട്ടാരത്തിലാണോ കുടിലാണോ നമുക്ക് നോക്കാം. ആരോപണങ്ങളിൽ ഭയമില്ലെന്ന് P. ശശി. മുഖ്യമന്ത്രി RSS ബന്ധത്തിന്റെ ഇടനിലക്കാരൻ ADGP എന്ന് VD സതീശൻ. PV അൻവറിന്റെ പരാതി അന്വേഷിക്കുമെന്ന് TP രാമകൃഷ്ണൻ. മുഖ്യമന്ത്രിയും അൻവറും ചേർന്ന് പറഞ്ഞു തീർക്കേണ്ട വിഷയമല്ല എന്ന് K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം. ഓക്കെ, അപ്പോൾ മോർണിംഗ് വൈസ് വീണ്ടും തുടരുകയാണ്. മോർണിംഗ് വൈസ് ഇനി തുടരുമ്പോൾ നമ്മൾ ഇനി പ്രധാനപ്പെട്ട പത്രവിശേഷങ്ങളിലേക്ക് പോകണം അല്ലേ? രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് പത്രങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനമായും ഉള്ളത്? ഈ അൻവർ തന്നെയാണോ മുന്നിലുള്ള മുൻപേജുകളിൽ? ഗുഡ് മോർണിംഗ് കൃഷ്ണന്തു, ഗുഡ് മോർണിംഗ് എൽദോ. അപ്പോൾ നമുക്ക് ഈ പത്രങ്ങളിലെ പ്രധാന വാർത്ത എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ മുൻപേജുകളിലേക്ക് പോയാൽ പരസ്യങ്ങൾ തന്നെയാണ്. കാരണം ഓണക്കാലമാണല്ലോ. ഇപ്പോൾ മനോരമ എടുത്താലും മാതൃഭൂമി എടുത്താലും ദേശാഭിമാനി എടുത്താലുമൊക്കെ മുൻപേജ് നിറച്ച് പരസ്യമാണ്. അതിനുശേഷം വേണം നമ്മുടെ വായനക്കാർ രണ്ടാമത്തെ പേജിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ പേജിലേക്ക് പോകാൻ. അവിടെയാണ് വാർത്തകൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. അവിടെയും പകുതി പേജുകളും പരസ്യമാണ്. നമ്മുടെ മനോരമയും മാതൃഭൂമി ഏത് പത്രങ്ങളുടെയും. നേരത്തെ അൽദോ പറഞ്ഞതുപോലെ പാർട്ടിയുടെ കോർട്ടിൽ എന്നാണ് മനോരമ ഈ അൻവറിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട ഹെഡിങ് ഇട്ടിരിക്കുന്നത്. ഒന്നാം പേജിൽ തന്നെ അൻവറിൻ്റെ പരാതി CPM സെക്രട്ടറി ചർച്ച ചെയ്യും, അത് ഇനി പാർട്ടിയാണ് അതിൽ തീരുമാനിക്കേണ്ടത് എന്ന തരത്തിലാണ് അവരത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഈ ബോളിവുഡിൽ നായകനായ ഫഹദ് ഫാസിൽ, അത് ഒന്നാം പേജിൽ, അത് അതിൻ്റെ വാർത്ത 11ാം പേജിലാണെങ്കിൽ പോലും ഒന്നാം പേജിൽ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം തമിഴിലും തെലുങ്കിലുമൊക്കെ വലിയ തരംഗം സൃഷ്ടിച്ച ഫഹദ് ഫാസിൽ നേരെ ബോളിവുഡിലേക്ക് പോകുന്നു എന്നുള്ളത്. മനോരമ കഴിഞ്ഞാൽ നമുക്ക് മാതൃഭൂമിയിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. മാതൃഭൂമിയിൽ KSRTC ബസ്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. KSRTC ബസ്സിൽ ഈ KSRTC ബസ് പദ്ധതി കട്ടപ്പുറത്ത് എന്ന വാർത്ത മാതൃഭൂമി 5ാം പേജിൽ കൊടുത്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാതൃഭൂമിയുടെ 5ാം പേജ് എന്ന് പറയാം. കാരണം തുടക്ക പേജുകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേജുകൾ പകുതിയും പരസ്യമാണ് എന്നുള്ള പ്രശ്നമുണ്ട്. അടുത്ത പേജുകളിലേക്ക് കടക്കുമ്പോഴാണ് ഉന്നം മുഖ്യമന്ത്രി എന്നാണ് അവർ നമുക്കറിയാം KT ജലീലും PV അൻവറും ഇരിക്കുന്ന ചിത്രം സഹിതമാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇവരൊരു പവർ ഗ്രൂപ്പായി CPM-ൽ അല്ലെ ഇടതുമുന്നണിയിൽ മാറുന്നോ എന്നുള്ള ചിന്തയിലാണ് അത്തരത്തിലൊരു വാർത്ത വന്നത്. ഞാൻ യുദ്ധം തുടങ്ങിയപ്പോഴേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു. രസകരമായാണ് അതിൻ്റെ ആ കാർട്ടൂൺ അടക്കം ഉള്ള സംവിധാനങ്ങൾ മാതൃഭൂമി ഏർപ്പെടുത്തിയിരിക്കുന്നത്. വർദ്ധിത വീര്യത്തോടെയാണ് അൻവർ എന്നുള്ള വാർത്ത പ്രധാനമായി നൽകിയിട്ടുണ്ട്. അങ്ങനെ മാതൃഭൂമി ആ വാർത്തയെ അങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. ദേശാഭിമാനിയിലേക്ക് വന്നാൽ ദേശാഭിമാനിയുടെയും നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ പേജിൽ പരസ്യമാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ അടുത്ത 2ാം പേജിലും നിറയെ പരസ്യമാണ്. 3ാം പേജിലും നിറയെ പരസ്യമാണ്. ഇവിടെ പ്രാദേശിക വാർത്തകൾ 2ാം പേജിൽ ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് സംസ്ഥാന തലത്തിലുള്ള വാർത്തയിലേക്ക് പോകണമെങ്കിൽ ദേശാഭിമാനിയുടെ അടുത്ത പേജിലേക്ക് മറിച്ച് പോകണം. അവിടെ അൻവറുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും അത് സ്വാഭാവികമാണ് ഇവിടെ ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. നാളെ അത്താഘോഷമാണ്, പൂവിളി ഉണരുന്നു എന്ന വാർത്ത മനോഹരമായ ഒരു ചിത്രം സഹിതം ദേശാഭിമാനി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് 19 കേസുകൾ എടുത്തിട്ടുണ്ട്. അവിടെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നുള്ള വാർത്ത കൂടി ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലാകട്ടെ 3.24 ലക്ഷം പേർക്ക്, അതായത് നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ മുടങ്ങിയിട്ട് 13 മാസം എന്നുള്ളതാണ്. അപ്പോൾ പട്ടിണി ഓണമാണ് അവർക്ക്. ഏതാണ്ട് 3.24 ലക്ഷം നിർമ്മാണ തൊഴിലാളികളുണ്ട്. അവരുടെ കാര്യം
കൃത്യമായി തന്നെ കേരള കൗമുദി അവരുടെ മുൻ പേജിൽ കൊടുത്തിരിക്കുന്നു. ജന്മഭൂമിയിൽ അൻവറിനെ പിണക്കാനാകില്ല, ശശിക്കും അജിത്തിനുമെതിരെ ചെറുവിരൽ അനക്കില്ല എന്ന മുഖ്യമന്ത്രി പെട്ടിരിക്കുന്ന ഒരു ഊരാക്കുടുക്കിനെ സംബന്ധിച്ചുള്ള വാർത്ത. അതായത് എല്ലാവരും വിശ്വസ്തരാണ്, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, അവരെല്ലാവരും ആരെ പിണക്കണം ആരെ ഇണക്കണം എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത മുൻ പേജിൽ ജന്മഭൂമി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഒന്ന്. ജനയുഗത്തിലേക്ക് പോയാൽ അത് നമുക്കറിയാം, ജനയുഗം ആരുടെ സ്വാധീനമുള്ള പത്രമാണ് എന്നുള്ളത്. പങ്ക് കച്ചവടം എന്നാണ്, അതായത് അദാനി ഗ്രൂപ്പും കേന്ദ്ര സർക്കാരും ചേർന്നുള്ള പങ്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് CPIയുടെ മുഖപത്രമായ ജനയുഗം നൽകിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ പത്രങ്ങളിലും അൻവർ തന്നെയാണ് പ്രധാന വാർത്തയെങ്കിലും മറ്റ് ചില വാർത്തകൾ കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് പത്രങ്ങൾ ഇന്ന് ഉള്ളത്. വരും ദിവസങ്ങളിലും അൻവറിന്റെ വാർത്ത തന്നെ ഉണ്ടാകും. ഇന്നെന്താ അൻവർ വെടിപൊട്ടിക്കും എന്ന കാര്യത്തിലൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണുകയും വേണം. കൃഷ്ണേന്ദു, എൽദോ. റൈറ്റ്. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകും. പ്രത്യേകിച്ചും CPM എങ്ങനെയാണ് അതിന്റെ ഒരു റിയാക്ഷൻ വരുന്നതെന്ന് കാത്തിരുന്ന് കാണണം. ഇനി പത്തനംതിട്ട കോന്നിയിലെ വകയാർ സ്വാശ്രയ വിപണി കർഷകർക്ക് എന്നും ആശ്വാസമാണ്. ഇടനിലക്കാരില്ലാതെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് കച്ചവടക്കാർക്ക് നൽകുന്നതിനാൽ കർഷകർക്ക് ന്യായവില ലഭിക്കുന്നു എന്നതാണ് വിപണിയുടെ പ്രത്യേകത. 20 വർഷമായി കർഷക കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന വിപണി സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച വിപണികളിൽ ഒന്നുമാണ്. കോന്നി, അരുവാപ്പുലം, പ്രമാടം പഞ്ചായത്തുകളിലെ കർഷകരാണ് കാർഷിക വിളകൾ വകയാർ സ്വാശ്രയ വിപണിയിലെത്തിക്കുന്നത്. കച്ചവടക്കാരുടെ ചൂഷണം ഒഴിവാക്കി ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണി വഴി കച്ചവടക്കാർക്ക് വിറ്റഴിക്കുന്നതിനാൽ കർഷകർക്ക് ന്യായവിലയും ലഭിക്കുന്നു. കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ ഈ സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. അത് തന്നെയല്ല, എല്ലാ സാധനങ്ങളും വിപണിയിൽ വരുന്നു. നാടൻ സാധനങ്ങൾ, ഈ അന്യ സംസ്ഥാന സാധനങ്ങൾ വന്ന് മാർക്കറ്റ് തകർക്കുമ്പോൾ പിടിച്ചു വെക്കുന്നതിന് ഒരു അത്താണിയാണ് കർഷകരെ സംബന്ധിച്ച് ഈ വിപണികൾ. വാഴക്കുല, ചേന, കാച്ചിൽ, പച്ചക്കറികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. കർഷകർക്കുള്ള ഇൻഷുറൻസ്, ബോണസ് തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളും വിപണിയിൽ നിന്നും ലഭിക്കുന്നതിനാൽ കർഷകരും സംതൃപ്തരാണ്. ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ കവറേജുള്ള ഇൻഷുറൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന സ്കീമുകൾ, വാഴവിത്തിനൊന്നിന് 10 രൂപ വെച്ചുള്ള സ്കീം. അതിനോടൊപ്പം തന്നെ ഈ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കിലോയ്ക്ക് 50 പൈസ വീതം അത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ വിലക്കുറവുള്ളപ്പം ജില്ലയിലെ മൊത്തം വിപണികളുടെയും മൊത്തത്തിലുള്ള വില തറവില നിശ്ചയിച്ചിട്ട് അതിൽ നിന്ന് കുറവ് വരുന്നതാണ്. 50 രൂപ മാർക്കറ്റ് വില തറവില നിശ്ചയിച്ചു കഴിഞ്ഞാൽ 35 രൂപ നടന്നുണ്ടെങ്കിൽ 15 രൂപ അവർക്ക് ആശ്വാസമായിട്ട് കൊടുക്കും വിലക്കുറവുള്ള സമയങ്ങളിൽ. 20 വർഷമായി പ്രവർത്തിക്കുന്ന വകയാർ സ്വാശ്രയ വിപണി സംസ്ഥാനത്ത് തന്നെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ മികച്ച സംരംഭമാണ്. ന്യൂസ് 18 പത്തനംതിട്ട. തരിശായി കിടന്ന പ്രദേശത്ത് നടത്തിയ പൂക്കൃഷിയിൽ 100 മേനി വിളവ്. ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് തൈകളാണ് റോഡരികിൽ മനോഹര കാഴ്ചയൊരുക്കുന്നത്. പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലപ്പുറം കൊണ്ടോട്ടിയിലെ കർഷകർ. കൊണ്ടോട്ടി നഗരസഭയിൽ പൂപ്പൊലി പദ്ധതിയിലാണ് തരിശായി കിടന്ന പാറപ്പുറത്ത് പൂക്കൃഷി ആരംഭിച്ചത്. ബാംഗ്ലൂരിൽ നിന്നും ചെണ്ടുമല്ലിയുടെ ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങി ട്രേയിൽ പാകി മുളപ്പിച്ചാണ് കൃഷി ഇറക്കിയത്. ചിറയിൽ ചുങ്കത്ത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ 1/2 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. പാറപ്പുറത്ത് മണ്ണ് കൂട്ടി പൂക്കൃഷി ചെയ്തപ്പോൾ കിട്ടിയതാകട്ടെ 100 മേനിയുടെ വിളവ്. വലിപ്പവും ഗുണവുമുള്ള പൂക്കൾക്ക് ആവശ്യക്കാരുമേറെയാണ്. ചെണ്ടുമല്ലിപ്പൂക്കൾ വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊണ്ടോട്ടിയിലെ കർഷകർ. വാർഡിലെ ഒരു വൈവിധ്യമാർന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് ഈ ഒരു പൂക്കൃഷി തുടങ്ങിയിട്ടുള്ളത്. ഈ പൂക്കൃഷി തുടങ്ങിയ സ്ഥലത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്ന്, തരിശായി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് മണ്ണ് തട്ടിയിട്ട് അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ നമുക്ക് പൂത്തു നിൽക്കുന്ന ഈ ഒരു പൂക്കൃഷി. കാരണം ഓണത്തോടനുബന്ധിച്ച് ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളെ വാർഡിലുള്ള ഓണപ്പൂക്കളിടാനുള്ള ആളുകൾക്ക് പൂക്കളം ഒരുക്കുക, അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ എക്സ്പോർട്ടിങ്ങിനും നമ്മൾ ഉപയോഗിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓണപ്പൂവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയത്. കൊണ്ടോട്ടി നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും നെടിയിരുപ്പ് കൃഷി ഓഫീസറുടെയും വാർഡ് കൌൺസിലർ KP സൽമാന്റെയും നേതൃത്വത്തിലായിരുന്നു കൃഷി. റോഡരികിലെ പൂക്കളുടെ വസന്തം കാണാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ന്യൂസ് 18 തിരൂർ. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. മോർണിംഗ് വൈബ്സിൽ നമ്മൾ ഇന്ന് ഒരുപാട് കാഴ്ചകളിലേക്ക് പോയി. അധ്യാപക ദിനം, അതിൽ അധ്യാപകർ മുണ്ടക്കയ സ്കൂൾ അധ്യാപകർ എത്തിയല്ലേ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജന്മദിനം ആഘോഷിച്ച തൃശാൻ
ത്രിശാൻ ധനീഷ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാഴ്ചകളിലേക്ക് പോയി. ഒപ്പം തന്നെ വിദേശ വാർത്തകൾ, ദേശീയ തലത്തിലുള്ള വാർത്തകൾ എല്ലാം നമ്മൾ സംസാരിച്ചു. അപ്പോൾ മോർണിംഗ് വെബ്സിന്റെ അത്തരത്തിലുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇന്ന് ഇവിടെ പൂർത്തിയാവുകയാണ്. അപ്പോൾ വീണ്ടും നാളെ കാണാം അല്ലേ? നാളെ കാണാം. ഓക്കെ, ബൈ.